Hi, I'm Nitin Sedumadhavan, your faculty for auditing ethics at Triple Commerce Academy. So yes, we are going to start MTP2 revision in this video segment. So previous വീഡിയോസിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു RTP വീഡിയോസും അതേപോലെ MTP1 ഡിസ്കഷനും. ഇനി ഈ വീഡിയോയിൽ നമുക്ക് MTP2 കൂടി ചെയ്യാം. ഇതും കൂടി കാണുമ്പോഴാണ് നിങ്ങളുടെ ഈ May 26 എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെവലിലോട്ട് നമുക്ക് എത്തി എന്ന് പറയാനാകുള്ളൂ. ആൻഡ് ലൈക്ക് ഐ സെഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോ, നിങ്ങൾ MTP2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്തതിന് ശേഷം മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. അതിനുശേഷം മാത്രം വീഡിയോ കാണുക, എന്നാലേ വീഡിയോൻ്റെ എഫക്റ്റീവ്നെസ് ശരിക്കും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വെറുതെ വീഡിയോസ് മാത്രം കണ്ടിരുന്നാൽ നമ്മൾ സിനിമ കാണുന്ന പോലെ ചുമ്മാ കണ്ടിരിക്കും. ആൻഡ് യെസ്, വിത്ത് ദാറ്റ് സെറ്റ് ലെറ്റ് us സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കമ്പയർഡ് വിത്ത് MTP1 MTP1 കമ്പയർ ചെയ്യുമ്പോൾ കുറേയും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് MTP2 പേഴ്സണലി തോന്നിയേക്കുന്നത്. ഇൻഫാക്ട് MTP1 വലിയ ഡിഫിക്കൽട്ടി ആയിരുന്നില്ല കമ്പയർഡ് വിത്ത് RTP. ഇത്തവണത്തെ May 26 RTP ആണ് കുറേയും കൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് പോലെ. ഇറ്റ്സ് ജസ്റ്റ് മൈ പെർസെപ്ഷൻ ഓഫ് തിങ്സ്. എനിവേസ്, ലെറ്റ് us go to this MTP2. It's a simple MTP this time. Let us start with the first case scenario. And as always, like I say, നമുക്ക് കഥ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വായിച്ച് നോക്കിയിരുന്നാൽ മതി. വിൽ സ്ട്രൈറ്റ് ഹിറ്റ് ദ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ ദ പ്ലാനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി SA 300 ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ദ പ്ലാനിങ് സ്റ്റേജ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ കേസ് സിനാരിയോ. ദി എൻഗേജ്മെന്റ് പാർട്ണർ എംഫസൈസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ദ regulatory framework, identifying significant risk, determining materiality and involvement of experts. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു SA 300 പ്ലാനിങ് സ്റ്റേജിൽ എന്താ ചെയ്യുക ഓഡിറ്റർ. പ്ലാനിങ് സ്റ്റേജ് ഇസ് ഓൾവേസ് അബൌട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ദ നേച്ചർ ടൈമിംഗ് ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ് മനസ്സിലാക്കുന്നതാണ് സ്ട്രാറ്റജിയിൽ. നേച്ചർ ടൈമിംഗ് എക്സ്റ്റൻ ഓഫ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് പ്ലാനിങ് സ്റ്റേജിലാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിക്കുക. ആൻഡ് അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഇൻവോൾവ്സ് ഓൾ ദോസ് മാറ്റേഴ്സ്. ഓക്കെ, ബിഫോർ വി പെർഫോം റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, ഫർദർ പ്രൊസീജിയേഴ്സ്, മെറ്റീരിയാലിറ്റി, എക്സ്പെർട്ടിനെ കൊണ്ടുവരുന്നു, ലീഗൽ എൻവയൺമെൻറ്റ് മനസ്സിലാക്കുന്നു. ഇതൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? പ്ലാൻ ഡെവലപ്പ് ചെയ്യും. പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. So in the planning stage, the engagement partner emphasized understanding the frameworks, identifying matters, determining materiality, etc. In the context of the situation, the primary rationale എന്തിനാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്? Ensure that planning restrict the planning to schedule audit procedure, consider regulatory framework only after detection of misstatement, ensure that planning includes understanding legal. ഇത് തന്നെയാണ് എൻ്റെ ആൻസർ വരുന്നത്. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ? ഇത് ആക്ച്വലി വളരെ സെൽഫ് എവിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. ഇത് SA 300 പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്ലാനിങ് സ്റ്റേജ് ഓഡിറ്റർ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് മനസ്സിലാക്കുന്നു, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് മനസ്സിലാക്കുന്നു, മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുന്നു, എക്സ്പെർട്ടിനെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാൻ മര്യാദയ്ക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. നിങ്ങൾ പ്ലാനിങ് ഇത് പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാൻ അനുസരിച്ചിട്ട് ഇതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. All these procedures will be done according to the plan only. So ensure that planning includes, പ്ലാനിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കണം. Ensure that planning includes understanding the legal regulatory requirements, identifying significant matters, materiality, experts, etc. കാരണം പ്ലാൻ പ്രകാരമല്ലേ ഇത്തരം പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. Planning involves completing all those activities prior to performing further procedures such as നമ്മുടെ തിയറി ഉണ്ടല്ലോ. If you still don't connect what I'm saying, ഈ പോയിന്റ് ഏതാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ SA 300 കാണിച്ചു തരാം. SA 300 if you look at page number 36, നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ. പ്ലാനിങ് ഇൻവോൾവ്സ് കൺസിഡറിങ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് പ്രയർ ടു പെർഫോമിങ് ദ ഫർദർ പ്രൊസീജിയർ സച്ച് ആസ് അനാലിറ്റിക്സ് ചെയ്ത് നോക്കുന്നു, മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുന്നു, എക്സ്പെർട്ടിനെ മനസ്സിലാക്കുന്നു, ലീഗൽ റെഗുലേറ്ററി എൻവയൺമെന്റ്. ഇതല്ലേ ഇപ്പോൾ ഈ ക്വസ്റ്റൻ ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ MCQ നമ്മൾ വന്നേക്കുന്ന ക്വസ്റ്റൻ ഇതല്ലേ? യെസ്. സോ ദാറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്ലാൻ ഓൺലി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. In the case scenario, the audit team identified that revenue recognition in X Limited and loan loss provisioning in Y Bank Limited involve judgment and are susceptible to misstatement even before considering internal controls. ഓക്കെ, നമ്മൾ കഥ ഫുൾ വായിച്ചിട്ടില്ല. എന്ത് റവന്യൂ റെക്കഗ്നിഷൻ്റെയും പ്രൊവിഷനിങ്ങിൻ്റെയും എന്ത് സംഭവമാണ് നമുക്ക് കഥ വായിച്ചാലേ അറിയത്തുള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, കഥ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ക്വസ്റ്റനിൽ തന്നെ നല്ലൊരു ഒരു ക്ലൂ തന്നിട്ടുണ്ട്. വി ഹാവ് ദിസ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, auditor identified revenue recognition and loss provisioning in the client and this involves significant. മാനേജ്മെൻറ്റ് ഒരുപാട് ജഡ്ജ്മെൻറ്റ് എടുക്കുന്ന കുറേ ട്രാൻസാക്ഷൻസും കുറേ ഏരിയാസും ഉണ്ട്, പ്രൊവിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ജഡ്ജ്മെൻറ്റ്സ് ആർ സസെപ്റ്റബിൾ ടു മിസ്റ്റേറ്റ്മെൻറ്റ് ഈവൻ ബിഫോർ എക്സസൈസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. susceptibility of an account balance or transaction to be misstated before the exercise of control എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതല്ലേ നമ്മുടെ ഇൻഹറൻറ്റ് റിസ്ക്.
സോ ബേസ്ഡ് ഓൺ ദി അബവ് സച്ച് റിസ്ക് ആർ മോസ്റ്റ് അപ്രോപ്രിയറ്റ്ലി ക്ലാസിഫൈഡ് ആസ്. ഈ റിസ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞ് വിളിക്കുക. ഇതിനിപ്പോൾ കഥ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫുൾ കഥ ഇപ്പോഴും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ബിക്കോസ് ഇതല്ലേ ആ ഒരു ഇൻഹെറന്റ് റിസ്കിൻ്റെ ക്ലീൻ ലോജിക്ക്. Susceptible, the possibility or the vulnerability of a certain account balance or class of transaction to be misstated before the exercise of relevant controls. അതിനല്ലേ നമ്മൾ inherent risk വിളിക്കുക. Next, in the case scenario, the audit team identified misstatements but was unable to determine whether they arose due to fraud or error. In light of the engagement partner's explanation, which of the following best reflect the auditor's responsibility in such a situation? അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് ടീം മിസ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിച്ചു, പക്ഷെ അത് എറർ കാരണമാണോ ഫ്രോഡ് കാരണമാണോ, അതായത് ഇൻറ്റൻഷണൽ ആണോ അൺഇൻറ്റൻഷണലായിട്ട് സംഭവിച്ചാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ അതുമായി ആ കോണ്ടെക്സ്റ്റിൽ ആൻസർ ദ ഫോളോയിങ്. വി ഷുഡ് ഫസ്റ്റ് കൺക്ലൂസീവ്ലി എസ്റ്റാബ്ലിഷ് ഫ്രോഡ്. നോ, കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഒരിക്കലും ഓഡിറ്ററിന് കിട്ടാൻ പോകുന്നില്ല ബിക്കോസ് ഓഫ് ദ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ്. ഓൺലി മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ഫ്രോഡ് അഫക്ട് ദി ഒപ്പീനിയൻ. അല്ല, എറർ കാരണവും മിസ്റ്റേറ്റ്മെൻറ്റ്സ് സംഭവിക്കാം. അത് റെക്ടിഫൈ ചെയ്യാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യേണ്ടി വരും. സോ ബി യു അല്ല. മിസ്റ്റേറ്റ്മെൻറ്റ് അറൈസിംഗ് ഫ്രം എറർ ക്യാൻ ബി ഇഗ്നോർഡ്. നോ, ഓഡിറ്റർ. സോ എയും ബിയും സിയും അല്ല, അപ്പോൾ ഡി ആയിരിക്കും. ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ, നമുക്കറിയാവുന്ന ബേസിക് സംഭവം, റീസണബിൾ അഷുറൻസ് ദാറ്റ് എഫേർട്സ് ടേക്കൺ ആസ് എ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദെൻ ഇവാലുവേറ്റ് ദ ഇമ്പാക്ട്. ദാറ്റ് ഈസ് ദി ആൻസർ. എസ് എ 2 ഒബ്ജക്റ്റീവ് പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് കേസ് സിനാരിയോ കഴിഞ്ഞു. നമ്മളിപ്പോൾ ആ കഥ വായിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോഴും കഥ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. എക്സാം ക്വസ്റ്റ്യനിലും ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്ക്. നിങ്ങൾ തിയറി കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഥ ഇല്ലാണ്ട് തന്നെ പലപ്പോഴും കിട്ടും. 90% ടൈം ഇറ്റ് ഇസ് പോസിബിൾ. ഇഫ് റിക്വയർഡ് ഓൺലി കഥ വായിച്ചെന്നാൽ മതി. അതാണ് ഞാൻ പൊതുവെ എപ്പോഴും. എത്ര RTP NTP വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ എത്ര പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എത്ര നമ്മൾ കഥ വായിച്ചിട്ടാണ് ആൻസർ ചെയ്യാറില്ല. കഥ വായിക്കേണ്ടതിന് പറ്റാറില്ല. അതെങ്ങനെ പറ്റുന്നത്? അപ്പോൾ അത് തന്നെ അതിൻ്റെ അർത്ഥം. നമുക്ക് കഥ വായിക്കേണ്ടതില്ല എപ്പോഴും. പല കുട്ടികളും എപ്പോഴും ചോദിക്കാറുണ്ട്, എന്നാലും സാർ ഒരു പേടിയാണ് പിള്ളേർക്ക്. പിന്നെയും അവർ വായിക്കും, കഥ വായിക്കും. ഇനി കഥ വായിച്ചാലേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ കഥ വായിച്ചു നോക്കാം. പക്ഷേ അത് അടുത്തൊരു 1.5 പേജിന് കഥ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് നോക്കാം. ആവശ്യം വരാതിരിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത ഏതാ ക്വസ്റ്റ്യൻ നമ്പർ? നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 3 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡറിങ് ദി ആബ്സെൻസ് ഓഫ് KOT. എന്താ KOT എന്നറിയോ? KOT എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ ഈ ICI മെറ്റീരിയലിൽ മാത്രം അധികം കണ്ടിട്ടുള്ള ഷോർട്ട് ഫോമാണ്. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് കണ്ടിട്ടുള്ളത്. ഐ ഹവ് നോട്ട് കണ്ടക്റ്റഡ് എനി ഓഡിറ്റ് ഇൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് സമയത്തൊന്നും ഞാൻ ഈ ഹോട്ടൽസിൻ്റെ ഓഡിറ്റ് ചെയ്തിട്ടില്ല. ഹോട്ടൽസിൻ്റെ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വാക്ക് ഒരുപാട് കാണാൻ വേണ്ടി വരും. കിച്ചൺ ഔട്ട് ടിക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഈ കസ്റ്റമറിൻ്റെ ഓർഡറൊക്കെ പോകുന്ന സമയത്ത് കിച്ചണിന് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടോ ഓരോ ഡെസ്കിലോട്ട് ഇഷ്യൂ ചെയ്യില്ലേ ഓരോ ബില്ല്, അതന്നെ സംഭവം. അപ്പോൾ കിച്ചൺ ഔട്ട് ടിക്കറ്റ്. കൺസിഡറിങ് ദി ആബ്സെൻസ് ഓഫ് കിച്ചൺ ഔട്ട് ടിക്കറ്റ്. അപ്പോൾ എത്ര ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് സെർവ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ അല്ല. അൺഎക്സ്പ്ലെയിൻഡ് GP ഫ്ലക്ച്വേഷൻ. നിറയെ ഗ്രോസ് പ്രോഫിറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾസും വീക്കാണ്. സോ വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഇംപ്ലിക്കേഷൻ? സോ ആബ്സെൻസ് ഓഫ് KOT, അൺഎക്സ്പ്ലെയിൻഡ് GP ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൽ കാണുന്ന അൺയൂഷ്വാലിറ്റിയാണ്. വീക്ക് ഇൻറ്റേർണൽ കൺട്രോൾ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ മൊത്തത്തിൽ TOC വീക്കാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. സോ കൂടുതൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, കൂടുതൽ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഇംപ്ലിക്കേഷൻ? വി ആർ ഐഡൻറ്റിഫൈങ് ലോട്ട് ഓഫ് റിസ്ക് ഹിയർ. നല്ലപോലെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് വിൽ ഹാവ് ടു ഇൻക്രീസ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. TOD ഒക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും. വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇംപ്ലിക്കേഷൻ? ഇൻക്രീസ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആൻഡ് കൺസിഡർ മോഡിഫിക്കേഷൻ ഇഫ് ഡിസ്ക്രിപ്പൻസി റിമെയിൻസ് അൺഎക്സ്പ്ലെയിൻഡ്. റിലൈ ഓൺ ദ മാനേജ്മെൻറ്റ് എക്സ്പ്ലനേഷൻ ഒരിക്കലും അല്ല. ഇഗ്നോർ ദ ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും അല്ല. റെസ്ട്രിക്ട് ദ സ്കോപ്പും ഒരിക്കലും അല്ല. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. ഗിവൺ ദാറ്റ് ഡിസ്കൗണ്ടഡ് റൂം റേറ്റ്സ് ലാഗ്ഡ് അപ്രൂവൽ. ഓക്കെ, കഥ നമ്മളിപ്പോഴും വായിക്കുന്നില്ല, എന്നാലും ഓക്കെ ലെറ്റ് us see. ഡിസ്കൗണ്ടഡ് റൂം റേറ്റ്സ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ബിസിനസ് ആണെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിച്ചൺ ഔട്ട് ടിക്കറ്റ് എന്നൊക്കെ കാണുമ്പോൾ റെസ്റ്റോറൻറ്റുകളുടെ കാര്യമാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഹോട്ടലോ ആയിരിക്കും ചിലപ്പോൾ. കാരണം റൂംസ് എല്ലാം കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് റൂംസ് കൊടുക്കുന്നുണ്ട്. സോ ഗിവൺ ദാറ്റ് ഡിസ്കൗണ്ടഡ് റൂം റേറ്റ്സ് ലാഗ്ഡ് അപ്രൂവൽ. റൂം ഡിസ്കൗണ്ടിന് കൊടുക്കുന്നതിന് മാനേജ്മെൻറ്റ് അപ്രൂവൽ മേടിക്കുന്നില്ല. അതായത് അവിടുത്തെ റിസപ്ഷൻസ് സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യണം, സ്റ്റാഫുകൾ സ്വന്തം നിലയ്ക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എ ബിഗ് കൺസേൺ അല്ലേ. റവന്യൂ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒക്യുപ്പൻസി റെക്കോർഡ്സ് വെയർ നോട്ട് റിട്ടൺ. എത്ര പേര് റൂം ബുക്ക് ചെയ്യുന്നുണ്ടെന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വാട്ട് ഇസ് എ ക്രിട്ടിക്കൽ ഓഡിറ്റ് കൺസേൺ? സോ ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ മെയിൻ ഓഡിറ്റ് കൺസേൺ എന്താണ്? റവന്യൂ മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. റിസ്ക് ഓഫ് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ അല്ല, റിസ്ക് ഓഫ് റവന്യൂ ലീക്കേജ്, റവന്യൂ അണ്ടർ സ്റ്റേറ്റ് ആവാനുള്ള ചാൻസ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് റവന്യൂ ലീക്കേജ് എന്ന് പറയാൻ കാരണം മനസ്സിലായോ?
റൂം ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത് മാനേജ്മെൻറ്റ് അപ്രൂവൽ ഇല്ലാണ്ട്, മാനേജ്മെൻറ്റ് പോലും അറിയാതെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റ് ഓണേഴ്സ് പോലും അറിയാതെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, റൂം ആർക്കൊക്കെയോ ഡിസ്കൗണ്ടിന് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഇഷ്യൂസ് സംഭവിക്കും അല്ലേ. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ റവന്യൂ. അതിനാണ് അവിടുത്തെ കൺസേൺ. 6th ക്വസ്റ്റ്യൻ, വേർ ദി ഓഡിറ്റർ റിലൈഡ് ഓൺ ഇന്റേണലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ഓക്കെ, വേർ ദി ഓഡിറ്റർ റിലൈഡ് ഓൺ ഇന്റേണലി ജനറേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആൻഡ് ഓറൽ എക്സ്പ്ലനേഷൻസ് ഡ്യൂ ടു മിസ്സിംഗ് പ്രൈമറി റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ്, അണ്ടർലൈങ് റെക്കോർഡ്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഓറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, കേട്ട് മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻസ്, ലൈക്ക് വി മസ്റ്റ് ഹവ് ഡൺ എൻക്വയറീസ് ഓൺലി. റെക്കോർഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ടാവില്ല. സോ വി ആർ ജസ്റ്റ് ഗോയിങ് performing the inquiries, and also we are relying on internally generated reports only. How is the reliability of audit evidence best evaluated as? ഓഡിറ്റ് എവിഡൻസിൻ്റെ മേൽ എന്തായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിലയബിലിറ്റി എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം SA 500 ഓഡിറ്റ് എവിഡൻസിൻ്റെ റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് വിഡ്കോ WIDCO എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ. റിട്ടേൺ ആയിട്ടുള്ളതിനാണ് കൂടുതൽ ക്വാളിറ്റി, ഇൻഡിപെൻഡൻറ്റ് സോഴ്സിന് കിട്ടുന്നതിനാണ് ക്വാളിറ്റി. അത് രണ്ടും ഇവിടെ പോയി കഴിഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഇല്ല, ഇൻറ്റേർണൽ ജനറേറ്റ് റിപ്പോർട്ട്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ റിട്ടേൺ ആയിട്ടുള്ളതില്ല, ഓറലായിട്ട് കേൾക്കുന്നതിനേക്കാൾ റിട്ടേൺ ആയിട്ടുള്ള ക്വാളിറ്റി കൂടുതൽ, ഓറലായിട്ടുള്ള മാത്രമേ ഉള്ളൂ. സോ ദ ഓറൽ എക്സ്പ്രഷൻസ് ആർ സഫിഷ്യൻറ്റ് ഒരിക്കലുമല്ല. ഇൻറ്റേർണൽ ജനറൽ റിപ്പോർട്ട്സ് ആർ ഓൾവേസ് റിലയബിൾ അല്ല. എവിഡൻസ് ഇസ് ലെസ് റിലയബിൾ. ദാറ്റ് ഇസ് ദി ആൻസർ. ഡി എന്താ, കോപ്പീസ് ആർ ഇക്വലൻറ്റ് ടു ഒറിജിനൽ റെക്കോർഡ്സ്. നോ, കോപ്പീസ് ആർ കോപ്പീസ് ഓൺലി. ഉപ്പോളം വരത്തില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ കോപ്പീസ് ആൻഡ് സമ്മറീസ് ആർ ഇക്വലൻറ്റ് ടു ഒറിജിനൽ റെക്കോർഡ്. നോ, നമുക്ക് എപ്പോഴും വിഡ്കോലത്തെ തന്നെ ഒറിജിനൽസിനാണ് എപ്പോഴും ക്വാളിറ്റി കൂടുതലെന്ന് പറയുക. സോ ഡി ഈസ് ഓൾസോ റോങ്. സോ യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് സി. Considering the facts of the case and that banquet invoices for pre-year-end events were raised after year-end but included in receivables, what is the most appropriate audit conclusion? ബാങ്ക്വറ്റ് ഇൻവോയ്സസ്, ഓക്കെ, അവർക്കപ്പോൾ ഈ ഹോട്ടലല്ലേ, ഹോട്ടലിന് ഓഡിറ്റോറിയം ഉണ്ടാവുമല്ലോ. ഹോട്ടൽ ഓഡിറ്റോറിയം അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഹോട്ടൽ ഓഡിറ്റോറിയത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഹോട്ടൽ ഓഡിറ്റോറിയം അവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻവോയ്സസിൽ എന്താ പ്രശ്നം? കൺസിഡറിംഗ് ദി ഫാക്ട്സ് ഓഫ് ദ കേസ് എന്നാൽ ബാങ്ക്വറ്റ് ഇൻവോയ്സസ് ഫോർ ദ പ്രീ-ഇയർ-എൻഡ് ഇവൻറ്റ്സ്, ഇയർ-എൻഡിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന ഇവൻറ്റുകളുടെ റെൻ്റൽ ഇൻകം എന്ത് ചെയ്തിട്ടില്ല അവർ. ബാങ്ക്വറ്റ് ഇൻവോയ്സസ് ഫോർ പ്രീ-ഇയർ ഇവൻറ്റ്സ് വെർ റേസ്ഡ് ആഫ്റ്റർ ദ ഇയർ-എൻഡ്. ഓക്കെ, അപ്പോൾ റവന്യൂ ലോസ് സംഭവിക്കുന്ന മനസ്സിലെ 31st മാർച്ചിനോട് ചേർന്നിട്ട് ഹോൾ റെൻറ്റിന് കൊടുക്കുന്നതിൻ്റെ റവന്യൂ അവരെന്ത് ചെയ്യുന്നില്ല, ആഫ്റ്റർ ദ ക്ലോസിംഗ് ഓഫ് ദ ഫിനാൻസ്, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു, ആൻഡ് ദേ ഇൻക്ലൂഡഡ് ദാറ്റ് ഇൻ ദ റിസീവബിൾസ്. അപ്പോൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടതിനെ റിസീവബിൾ ആയിട്ട് കാണിച്ചു, ഇൻവോയ്സ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രം. ഇൻകം കിട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഇൻകം റെക്കോർഡ് ചെയ്യുന്നില്ല, ഇൻവോയ്സ് കൊടുക്കുന്നത് 31st മാർച്ചിന് ശേഷം. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ചാൻസ് ഉണ്ട്, റിസീവബിൾസ് ഓവർ സ്റ്റേറ്റ് ആവാനും ചാൻസ് ഉണ്ട്, ഇൻകം സപ്രസ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് കൺക്ലൂഷൻ? റിസീവബിൾസ് ആർ ഗോയിങ് ടു ബി അണ്ടർസ്റ്റേറ്റഡ്. അല്ല, റിസീവബിൾസ് ഓവർ സ്റ്റേറ്റ് ആവില്ല. ദർ ഇസ് കട്ട് ഓഫ് എറർ അഫക്റ്റിംഗ് റവന്യൂ റെക്കഗ്നിഷൻ. ദർ ഇസ് കട്ട് ഓഫ് എറർ ലീഡിംഗ് ടു പൊട്ടൻഷ്യൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസീവബിൾസ്. ദർ ഇസ് കട്ട് ഓഫ് എറർ ലീഡിംഗ് ടു മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് റവന്യൂ ആൻഡ് റിസീവബിൾസ്. രണ്ടും എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. രണ്ടും എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അവർ രണ്ടും തെറ്റിച്ച്. നെക്സ്റ്റ്, തേർഡ് കേസ് സിനാരിയോ. കഥയ്ക്കൊരു പഞ്ഞവും ഇല്ല, കഥ ഇങ്ങനെ ആടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ, എന്തോ കഥ ഇത്, എന്തോരോ കഥ, എൻ്റെ ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 4 MCQs ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ കഥയിലോട്ട് പോകേണ്ടി വരും കേട്ടോ. നോക്കാം. കൺസിഡറിംഗ് ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫാക്ട്സ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. SA 570. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ദി ഓഡിറ്റേഴ്സ് പ്രൈമറി ഫോക്കസ്? ഗോയിങ് കൺസേൺ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫോക്കസ് എന്താണ് എന്നാണോ ക്വസ്റ്റ്യൻ? നോക്കട്ടെ. വി ഹാവ് ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദി അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഗോയിങ് കൺസേൺ ആൻഡ് അസസ് ദ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. Yes. To conclude only on the existence of loss and loans default, to verify only whether management prepared projections, report only if. ഇത് വളരെ ഹേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓപ്ഷൻസ് പോലെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തായിരിക്കും ആൻസർ എന്ന്. റിപ്പോർട്ട് ഓൺലി ഇഫ് ലിക്വിഡേഷൻ സർട്ടൺ, വെരിഫൈ ഓൺലി വെദർ മാനേജ്മെന്റ് പ്രിപ്പയർഡ് പ്രൊജക്ഷൻസ്, കൺക്ലൂഡ് ഓൺലി ഓൺ ദി എക്സ്റ്റൻസ്. ഈ ഓൺലി എന്ന് ഇടുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനെയല്ല ആക്ച്വലി ചിന്തിക്കേണ്ടത്. ബട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയാം. ഓപ്ഷൻ നമ്പർ എ ഇസ് പക്ക SA 570 നമ്മുടെ ഒബ്ജക്റ്റീവ് നോക്കി. ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് അറ്റ് ദി യൂസ് ഓഫ് ഗോയിങ് കൺസേൺ അസംപ്ഷൻസ് അപ്രോപ്രിയേറ്റ് എൻറ്റിറ്റി. പക്ക SA 570 ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പോൾ യെസ്, ദാറ്റ് മസ്റ്റ് ബി ദി ആൻസർ. എല്ലാ രീതിയിൽ ചിന്തിച്ചാലും അല്ലേ, അതൊരു കൂടെ ക്വസ്റ്റൻ അല്ലേ. In the context of management's assertion that no disclosure is required unless insolvency is certain, which of the following approaches should the auditor adopt?
ഫോളോ ദ റൂൾ സ്ട്രിക്ട്ലി ആൻഡ് അവോയ്ഡ് ഡിസ്ക്ലോഷർ, ഒരിക്കലുമല്ല. റിലൈ ഓൺലി ഓൺ ലീഗൽ ഒപ്പീനിയൻ, അക്സെപ്റ്റ് ദ മാനേജ്മെൻറ്റ്സ് വ്യൂസ്, അപ്ലൈ പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച് ആൻഡ് എക്സസൈസ് ജഡ്ജ്മെൻറ്റ്. എനിക്ക് ആക്ച്വലി ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും 4 ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ലോജിക്കലി ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത്? വി ഹാവ് ടു അപ്ലൈ ജഡ്ജ്മെൻറ്റ്. അതായത് ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഗോയിങ് കൺസേൺ ശരിക്കും അഫക്റ്റഡ് ആണോ അല്ലയോ, മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിൽ തന്നെ ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണോ, അല്ലെങ്കിൽ SA 570 ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണ് എങ്കിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടോ, ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് അല്ല ഇൻഅപ്രോപ്രിയേറ്റ് ആണോ, അതോ അൺറിസോൾവ് ആണോ, അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുമോ, അതോ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ലിറ്റൻറ്റ് ഗോയിങ് കൺസേൺ പാരഗ്രാഫിൽ ഡിസ്ക്ലോസ് ചെയ്യുമോ, അങ്ങനത്തെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് ഈ SA 570. അപ്പോൾ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ തിങ്സ്. മാനേജ്മെൻറ്റ് നമ്മളൊരു ഗോയിങ് കൺസേൺ എഫക്റ്റ് ചെയ്യുന്ന ഒരു ത്രെട്ട് കണ്ടു, എന്നിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസും അവരുടെ മറ്റേ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനുശേഷമല്ലേ ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ജഡ്ജ് ചെയ്യത്തുള്ളൂ. അവിടെ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദി ആൻസർ ആക്ച്വലി. ബട്ട് ഇഫ് യു വാണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ കഥയും കൂടി കാണിക്കാം. കഥ വായിച്ചതുകൊണ്ട് എന്തായാലും നമ്മൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ലോജിക്കുന്ന ഒരു എക്സ്ട്രാ ലോജിക്ക് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് പറയുവാണ് ഫോർ ദോസ് പീപ്പിൾസ് ഹു റിയലി വാണ്ട് ടു ഹിയർ ദ സ്റ്റോറി. എന്താണ് മാനേജ്മെൻറ്റ്സിൻ്റെ സിറ്റുവേഷൻ? ഇത് എത്ര കഥയാണെന്നറിയോ? മാനേജ്മെൻറ്റ് ഹാസ് പ്രിപ്പയർഡ് ദി FS. ഇവിടുന്ന് നമുക്ക് നോക്കാം. ഗോയിങ് കൺസേൺ എന്ന് കാണുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഹാസ് പ്രിപ്പയർഡ് ദി FS ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ്. ഗോയിങ് കൺസേൺ ബേസിസിൽ FS പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. The management has prepared the FS on going concern basis supported by projected cash flows and expected restructuring of loans. അപ്പോൾ യെസ്, അവർ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. FS പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഗോയിങ് കൺസേൺ ബേസിസിലാണ്. However, these projections are based on assumptions of future government contracts which are yet to be finalized. ഓക്കെ, അപ്പോൾ അതൊരു ഒരു റിസ്ക് ഫാക്ടർ ഇവിടെ വന്നു കഴിഞ്ഞു. During the discussions with management regarding the financial statement, audit team raised concerns about the adequacy of disclosures relating to companies' ability to continue as going concern. അപ്പോൾ ഓഡിറ്റർമാർ കൺസേൺസ് പറയുന്നുണ്ട്. ഗോയിങ് കൺസേണിനെ ത്രെട്ട് കാണുന്നുണ്ടല്ലോ, ഓപ്പറേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നുണ്ട്, അതർ ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നുണ്ട്, ഗവൺമെൻറ് പോളിസീസ് ഒക്കെ അതർ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അങ്ങനെ ചോദിച്ചു. പെർട്ടിക്കുലർലി ഇൻ ദ ലൈറ്റ് ഓഫ് റെക്കറിംഗ് ലോസസ്, ബ്രീച്ച് ഓഫ് ലോൺ കവനൻസ് എക്സെട്ര. കവനൻസ് വെച്ചാൽ കണ്ടീഷൻസ്, ഡിപ്പെൻഡൻസ് ഓൺ അൺസർട്ടൺ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്. ഹൗ ദ മാനേജ്മെൻറ്റ് സ്ട്രോങ്ലി അസർട്ടഡ്. കണ്ടോ, മാനേജ്മെൻറ്റ് പറയുകയാണ് ഇല്ല നമ്മൾ അടച്ചു കൂട്ടാനൊന്നും പോകുന്നില്ല, നമുക്ക് ഗോയിങ് കൺസേൺ ഉണ്ട്. ദേ സ്ട്രോങ്ലി അസർട്ടഡ് ദാറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് FS ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ് വാസ് അപ്രോപ്രിയേറ്റ് ആൻഡ് ദാറ്റ് നോ അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ്. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് ആണ്. അവർ ഗോയിങ് കൺസേണിനെ ഇപ്പോൾ അവർ ലിക്വിഡേഷൻ ബേസിൽ FS പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഗോയിങ് കൺസേൺ അവർക്ക് ഉണ്ടല്ലോ, അവരെന്തിനാണ് വെറുതെ ബേസ് ഓഫ് അക്കൗണ്ടിങ് മാറ്റുന്നത്, ഗോയിങ് കൺസേണിൽ തന്നെ അവർക്ക് ദേ ഇൻറ്റൻറ്റ് ടു സ്റ്റേ ആസ് ഗോയിങ് കൺസേൺ എന്നൊക്കെ മാനേജ്മെൻറ്റ് പറയുക. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടത്? ഓഡിറ്ററുള്ള ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കേണ്ടി വരും. മാനേജ്മെൻറ്റ് ഇല്ല നമുക്ക് ഗോയിങ് കൺസേൺ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആകണമെന്നില്ലല്ലോ, ഇല്ലേ? സോ ഇഫ് അറ്റ് ഓൾ ദ ഗോയിങ് കൺസേൺ ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ്, ഓർ ഇഫ് ദ ഗോയിങ് കൺസേൺ ഇസ് അപ്രോപ്രിയേറ്റ് ബട്ട് അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ വി വിൽ ഹാവ് ടു റിക്വയർ ദ മാനേജ്മെൻറ്റ് ടു ഡിസ്ക്ലോസ് ദാറ്റ്. ആൻഡ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം ഡിസ്ക്ലോസ് ചെയ്യാത്തത് ഒരു മിസ്റ്റേക്കിന് തുല്യമാണ്. സോ അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഓഡിറ്റർ എടുക്കേണ്ടി വരും. മാനേജ്മെൻറ്റ് പറയുന്ന ഉത്തരത്തിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ആവശ്യം വരും. ജനറലി നമ്മൾ കഥ വായിക്കാണ്ടെയും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇത്രയും പറയാൻ പറ്റിയില്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു തരത്തിലും ഒരു സെൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, റിസ്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ കഥ വായിച്ചോളൂ കേട്ടോ. കഥ വായിക്കുന്നത് ഞാൻ ഇതിലല്ല. അറ്റ്ലീസ്റ്റ് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കഥ വായിച്ചാൽ നോക്കിയാൽ പോരെ. അത് അങ്ങനെ പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് എപ്പോഴും കഥ വായിച്ചുകൊണ്ട് വലിയ ഗുണം കിട്ടത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഇൻ ഓഡിറ്റ് പേപ്പർ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ് അസർഷൻ ദാറ്റ് നോ ഡിസ്ക്ലോഷർ ഇസ് റിക്വയർഡ്. So apply principle based approach and exercise judgment and see whether the management is correct or not. Exercise judgment considering substance over form. ഇവിടെ എന്തിനാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. വാട്ട് ഈസ് ദി ആക്ച്വാലിറ്റി ഓഫ് ദ മാറ്റർ റാദർ ദാൻ ദ ലീഗാലിറ്റി ഇൻവോൾവ്. സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. അപ്പോൾ ലീഗലി ചിലപ്പോൾ ഗവൺമെൻറ് പോളിസീസ് കോൺട്രാക്ട്സ് എക്സ്പയർ ആയിട്ടുണ്ടാവില്ല, ലീഗലി ചിലപ്പോൾ ആ സ്ഥാപനത്തിനെതിരെ വേറെ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. ബട്ട് ദി ആക്ച്വാലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ കേസ് ഇസ് ദാറ്റ് ദി എൻറ്റിറ്റി ഹാസ് ഗോയിങ് കൺസേണിനെ എഫക്ട് ചെയ്യുന്ന ത്രെഡ്സും ഇഷ്യൂസും ഉണ്ട്. സോ ആ ഒരു അൺസർട്ടനിറ്റി ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് നമ്മൾ SA 570 പഠിച്ചിട്ടുള്ളത്. സോ യെസ്, അപ്ലൈ ദ ജഡ്ജ്മെൻറ്റ് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദാറ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ്. ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഡിറ്റക്ഷൻ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പ്രയർ പീരിയഡ് ഓഡിറ്റേഴ്സ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ നോട്ട് അവൈലബിൾ. നിശ്ചയമായിട്ടും കിട്ടാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ ദ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ. സോ പ്രീവിയസ് ഓഡിറ്ററിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അവകാശപ്പെടാനൊന്നും പറ്റത്തില്ല. അലോങ് വിത്ത് ദ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി. ഓക്കെ, വാട്ട് ഷുഡ് ദി ഓഡിറ്റർ പ്രൈമറിലി എൻഷുർ?
Opening balances need not be verified അല്ല. Only current year transactions should be അല്ല. Obtain sufficient evidence regarding opening balance and consistent of accounting policy. Plain SA 510. Since this is the first year of audit അല്ലേ, പ്രീവിയസ് ഇയറിൽ ആരും ഓഡിറ്റ് ചെയ്തിട്ടില്ല, ഓർ പ്രീവിയസ് ഇയറിൽ മറ്റാരാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നത്. സോ ബേസിക്കലി പ്രീവിയസ് ഇയറിൽ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വർഷത്തെ ഓഡിറ്റ് എന്തായിട്ട് മാറും? ദ ഇനിഷ്യൽ ഔട്ട് എൻഗേജ്മെൻറ്റ് ആയിട്ട് മാറും. ആൻഡ് ഇനിഷ്യൽ ഔട്ട് എൻഗേജ്മെൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിഷ്യൽ ഔട്ട് എൻഗേജ്മെൻറ്റ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസസിൽ മിസ്റ്റേക്സ് ഇല്ല, അക്കൗണ്ടിംഗ് പോളിസി കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇത് രണ്ട് ഉറപ്പുവരുത്തണം. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അതാണ് ഓപ്ഷൻ സി. ദാറ്റ് ഇസ് ദി ആൻസർ. Given the presence of optimistic management assumption and high inherent risk, how should the auditor approach the risk assessment? മാനേജ്മെൻറ്റ് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ് അബൌട്ട് ദർ ഗോയിങ് കൺസേൺ. പക്ഷേ ഒരുപാട് ഇൻഹെറൻറ്റ് റിസ്ക് എലമെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. സോ വാട്ട് ഷുഡ് ബി ദ ബെസ്റ്റ് അപ്രോച്ച് ടു റിസ്ക് അസസ്മെൻറ്റ്? അഗെയിൻ നമ്മൾ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് നോക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ബേസ് ദ റിസ്ക് അസസ്മെൻറ്റ് ഓൺലി ഓൺ ക്വാണ്ടിഫയബിൾ മെട്രിക്സ്? നോ, because risk can be assessed in quantitative as well as non-quantitative terms. Apply judgment based on evidence and expertise. Treat risk assessment as a precise calculation. No, risk is never precisely calculated. Rely solely on management. വളരെ സിമ്പിൾ സാധനം. Apply judgment always. Risk assessment is a matter of judgment only. Based on the depreciation issue identified in the case. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എന്തോ ഡിപ്രിസിയേഷൻ ഇഷ്യൂ ഉണ്ട്, നമുക്കറിയത്തില്ല, നമ്മൾ കഥ വായിച്ചിട്ടില്ല. എന്നാലും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് കൺക്ലൂഷൻ? ഇപ്പോൾ ക്ലയൻറ്റ് ഡിപ്രിസിയേഷൻ പ്രോപ്പറായിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിപ്രിസിയേഷൻ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. ആ ഡിപ്രിസിയേഷൻ മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അസറ്റിൻ്റെ വാല്യൂ എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അത് മിസ്റ്റേക്മെൻ്റ് ആണല്ലോ. അപ്പോൾ മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറയണം. കറക്റ്റ് ചെയ്യാത്ത പക്ഷേ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യും. ദാറ്റ് ഇസ് ദ ലോജിക്. നൗ ലെറ്റ് us go to the options. Multiple issue exist including non-component depreciation, ignoring residual value and lack of disclosure. Only change in method requires verification. Depreciation is acceptable. Depreciation errors are immaterial. Depreciation errors are immaterial എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. Depreciation is acceptable if total expense appear reasonable. None of it actually makes sense. Depreciation is acceptable if the total expense appear reasonable. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. Multiple issues exist. Let us go to the question. ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഡിപ്രിസിയേഷൻ സംബന്ധിക്കുന്ന ഇഷ്യൂ. നമുക്ക് നോക്കാമല്ലോ. ഡിപ്രിസിയേഷനെ സംബന്ധിക്കുന്ന ഇഷ്യൂ, ഐ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ് ഇറ്റ് ഇസ് ഗോൺ ബി എ ഓൺലി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എ തന്നെയാണ്. ബട്ട് എനിക്കിപ്പോൾ ഞാനിനി അത് കഥ വായിക്കാണ്ട് വെറുതെ ആൻസർ ഇനി പറഞ്ഞു എന്നൊരു പ്രശ്നം വേണ്ട നിങ്ങൾക്ക്. നമുക്ക് നോക്കാം, കഥ നോക്കാമല്ലോ. ഞാൻ ഡിപ്രിസിയേഷനെ കാണിച്ചു തരാം. എവിടെ ഡിപ്രിസിയേഷൻ? കഥ വായിക്കുന്നതിൽ ഏറ്റവും മെനക്കെട്ട പരിപാടി ഡിപ്രിസിയേഷൻ കണ്ടിട്ടില്ല. ഓക്കെ, റെസിഡ്യൂവൽ വാല്യൂ കണ്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഡിപ്രിസിയേഷൻ കാണുമല്ലോ. അത്രയേ ഉള്ളൂ, ലാസ്റ്റ് വരി അത്രയേ ഉള്ളൂ. എക്സാമിനേഷൻ റിവീൽ ദാറ്റ് ദ കമ്പനി ഓൺസ് എയർക്രാഫ്റ്റ് യൂസ് ഫോർ ലീസിങ്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ആരാണ്? എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഹു ഇസ് ദിസ് ക്ലയൻറ്റ്? DF Infra is a capital intensive infrastructure company engaged in construction and leasing of transport assets. Okay, why are they having aircraft? Further examination revealed that the company owns aircraft used for leasing, which are depreciated as a single unit instead of separating significant components such as engines and time frame. Okay, ഇത് ഒരു ക്ലാസിക് ഇൻഡേഴ്സ് ക്വസ്റ്റൻ ആണ്. ഇൻഡേഴ്സിൽ പറഞ്ഞൊരു ഇഷ്യൂ ആണ് ഇത് സംഭവം. ഇവിടെയും ആ സബ്സ്റ്റൻസ് ഓഫ് ഫോമിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ വരും. വാട്ട് ഈസ് ദി ആക്ച്വാലിറ്റി ഓഫ് ദ മാറ്റർ എന്നൊരു സംഭവം ഇവിടെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വലിയ എയർക്രാഫ്റ്റ്, ഇറ്റ്സ് എ ഡിപ്രിഷ്യബിൾ അസറ്റ്. എയർക്രാഫ്റ്റ് ഇറ്റ്സ് എ ഡിപ്രിഷ്യബിൾ അസറ്റ്. ഇവർ എയർക്രാഫ്റ്റിന് മൊത്തത്തിൽ ഒരു ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസ്, അതിൻ്റെ കോമ്പണൻസ് സെപ്പറേറ്റ് ആയിട്ട് അവർ കാണിക്കുന്നില്ല. അപ്പോൾ അത് ആക്ച്വലി ഇൻഡേഴ്സ് പ്രകാരം തെറ്റാണ്. ഇൻഡേഴ്സ് പ്രകാരം വി ഹാവ് ടു ഇങ്ങനെ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള സെപ്പറേറ്റ് യൂസ്ഫുൾ ലൈഫ് വരുന്ന കോമ്പണൻസിന് വേറെ തന്നെ ഡിപ്രിസിയേഷൻ ചെയ്യണം എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. വി ഹാവ് ടു ഗിവ് ദ ഇമ്പോർട്ടൻസ് ടു ദ ആക്ച്വാലിറ്റി ഓഫ് ദ കേസ് ദർ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എനിവേസ്, ഇൻഡേഴ്സിലൂടെ ഇപ്പോൾ തൽക്കാലം പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായോ? അതേപോലെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. എയർക്രാഫ്റ്റിന് ചിലപ്പോൾ ഒരു 20 വർഷത്തിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. 20 വർഷം എയർക്രാഫ്റ്റ് ഓടിക്കുമോ എനിക്കറിയത്തില്ല. ലെറ്റസ് 10 വർഷത്തിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് വിചാരിച്ചോ. 10 വർഷമാണ് എയർക്രാഫ്റ്റിന് യൂസ്ഫുൾ ലൈഫ്. എയർ ഇന്ത്യയൊക്കെ ചിലപ്പോൾ 50 വർഷമായിട്ട് ഓടിക്കുന്നുണ്ടാവും. ഐ ഡോണ്ട് നോ. എനിവേസ്, നോർമലി ഒരു 10 വർഷമാണെന്ന് വിചാരിക്കുക ഒരു യൂസ്ഫുൾ ലൈഫ് ഓഫ് എ എയർക്രാഫ്റ്റ്. നൗ എയർക്രാഫ്റ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് 10 വർഷം എന്ന് വെച്ചിട്ട് അതിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ അകത്തുള്ള എല്ലാ കോമ്പണൻസിനും, എഞ്ചിൻ പാർട്സ്, സെൻസേഴ്സ്, ലൈറ്റ്, ഇലക്ട്രിക്കൽ കോമ്പണൻസ്, പാർട്സ്, റേഡിയോ സിസ്റ്റം, അതിനെല്ലാത്തിനും 10 വർഷം യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. സീറ്റ്സ് ചിലപ്പോൾ ഒരു 5 വർഷം കൂടുമ്പോൾ മാറ്റേണ്ടി വരുമായിരിക്കും. കസ്റ്റമേഴ്സ് ഇരുന്നിരുന്ന് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. റേഡിയോ സിഗ്നൽസ് ചിലപ്പോൾ ഓരോ വർഷവും റേഡിയോ എക്യുപ്മെൻറ്റ്സ് മാറ്റേണ്ടി വരുമായിരിക്കാം.
ലൈറ്റ്സ് എല്ലാം ചിലപ്പോൾ 8 വർഷം കൂടുമ്പോൾ റീപ്ലേസ്മെൻറ്റ്, ഒരു 6 വർഷം കൂടുമ്പോൾ റീപ്ലേസ്മെൻറ്റ് സംഭവിക്കാമല്ലോ. സോ ടയേഴ്സ് ചിലപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എൻജിൻ പാർട്സ് ഉണ്ടാവും റീപ്ലേസ് ചെയ്യാനായിട്ട് ഓരോ ഷിഫ്റ്റിലും. അപ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടി ഒറ്റ വാല്യൂ ആക്കിയിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരു അപാകതയുണ്ട്. അപ്പോൾ ഇവരതാണ് ചെയ്യുന്നത്. They are depreciating the aircraft as a single unit instead of separating the significant components. സിഗ്നിഫിക്കൻറ്റ് കോമ്പണൻസിനെ ഇങ്ങനെ കൃത്യമായിട്ട് വേറെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെയൊന്നും അവർ ഡിപ്രിഷിയേറ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നില്ല. ദേ ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ഓൾസോ ദേ ഹാവ് ചേഞ്ച് ദ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വിത്തൗട്ട് എനി പ്രോപ്പർ ഡിസ്ക്ലോഷർ. ഇത് ഇനി വായിച്ചേ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. സോ മൾട്ടിപ്പിൾ ഇഷ്യൂസ് എക്സിസ്റ്റ് ഇൻക്ലൂഡിംഗ് ദ നോൺ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ, ഇഗ്നോറിംഗ് അസറ്റ് വാല്യൂ, ലാക്ക് ഓഫ് ഡിസ്ക്ലോഷർ ആൻഡ് ചേഞ്ച് ഇൻ ഇതന്നെയല്ലേ സിറ്റുവേഷൻ. ഇപ്പോൾ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്, അവിടെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് കഥ വായിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ആൻസർ ഇതല്ല വേറെയാണെന്ന് പറയാൻ മാറ്റം വല്ലതും വന്നോ? അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വിത്ത് ലോഡ് ഓഫ് പ്രാക്ടീസ് യു വിൽ ബി ഏബിൾ ടു ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ഏതായിരിക്കും ആൻസർ എന്ന് പറയാൻ പറ്റും. ആക്ച്വലി ഇറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്. ഇഫ് യു നോട്ട് ഏബിൾ ടു, എത്ര വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ അതും സംഭവിക്കാം. നിങ്ങളൊരു 50 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലും ചിലപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെറൈറ്റി ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ കഥ വായിക്കാം. ആക്ച്വലി കഥ വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ കുറേ വെറുതെ ചുമ്മാ കഥ വായിച്ചു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 13th ക്വസ്റ്റ്യൻ. GHI Limited. Okay. GHI Limited is engaged in investment and manufacturing activities. We perform following procedures. ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്, സെയിൽസ് കോൺട്രാക്ട്സ് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി വെരിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് മെഷീനറി സംഭവിക്കുന്നുണ്ട്, ഇന്റർണൽ ജനറൽ ഇൻവോയ്സസും ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി അബവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൺക്ലൂഷൻ. അപ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ 4 ഓപ്ഷൻസിൽ 3 തെറ്റായിരിക്കും, ഒരെണ്ണമായിരിക്കും ഏറ്റവും കറക്റ്റ്. അത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, ഇൻസ്പെക്ഷൻ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ്ലി, അത് ഓവർ കോൺഫിഡൻസ് ടേമാണ്, അപ്പോൾ തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇൻസ്പെക്ഷൻ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ്ലി എസ്റ്റാബ്ലിഷസ് ദി എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഷെയർ സർട്ടിഫിക്കറ്റ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ എക്സിസ്റ്റൻസും ഓണർഷിപ്പും മനസ്സിലാവും. ബട്ട് ആ ഷെയർസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ വിൽ ഹാവ് ടു മറ്റ് ഡോക്യുമെൻറ്റ്സും ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരത്തില്ലേ. അതേപോലെ ഷെയർ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഓണർഷിപ്പ് കൺഫേം ചെയ്യുന്നേക്കാളും അഡീഷണൽ പ്രൊസീജിയേഴ്സും കൂടി എപ്പോഴും നല്ലതായിരിക്കും. എക്സ്റ്റേണൽ കൺഫർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സെബി പോലെയുള്ള റെഗുലേറ്ററി അതോറിറ്റീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നോക്കേണ്ടി വരും. ഓപ്ഷൻ എ ഈസ് നോട്ട് എൻറ്റയർലി കറക്റ്റ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പാർഷ്യലി അപ്രോപ്രിയേറ്റ് മേ ബി, ബട്ട് നോട്ട് ഫുള്ളി. സോ എ അല്ല ആൻസർ. Inspection of executed contracts provides sufficient evidence regarding the revenue recognition without need for further procedures. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ കോൺട്രാക്റ്റ് വായിച്ചു എന്നതുകൊണ്ട് മാത്രം, ഇൻസ്പെക്ഷനിലൂടെ മാത്രം നമുക്ക് ആ ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂ റെക്കഗ്നിഷനെ പറ്റിയിട്ടുള്ള സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടുമോ? ഇല്ല. വി അഗെയിൻ വിൽ ഹാവ് ടു പെർഫോം അഡീഷണൽ പ്രൊസീജിയേഴ്സ് അല്ലേ. നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻക്വയറീസ് ആയിക്കോട്ടെ, റീപെർഫോമൻസോ റീകാൽക്കുലേഷനോ ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സോ ബി എൻറ്റയർലി റോങ് അല്ല, പാർഷ്യലി കറക്റ്റാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല, ബീനെയും പറ്റത്തില്ല. സി, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് PPE പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് എക്സിസ്റ്റൻസ്. ഒരു പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെൻറ്റ് നേരിട്ട് പോയി ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്യുന്നത്, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സിസ്റ്റൻസും കണ്ടീഷനും മനസ്സിലാവും. ബട്ട് അഡീഷണൽ പ്രൊസീജിയർ മേ ബി റിക്വയർഡ് ഫോർ ഓണർഷിപ്പ് ആൻഡ് വാല്യൂഷൻ. അതിന് ഡീഡ്സും അണ്ടർലൈൻ റെക്കോർഡ്സും നോക്കിയേ പറ്റൂ. സോ സി ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അത് പക്ക കറക്റ്റാണ്. ഡി എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ഇന്റേണലി ജനറേറ്റഡ് ഇൻവോയ്സസ് പ്രൊവൈഡ്സ് മോർ റിലയബിൾ എവിഡൻസ്. അത് തെറ്റാണ്. എയും ബിയും ഒരു പാർഷ്യൽ ലെവലിൽ ശരിയാണ്, ഡി ഫുൾ തെറ്റാണ്, സി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അപ്പോൾ ആവാൻ പോകുന്ന ആൻസർ. 14th ക്വസ്റ്റ്യൻ. PQR is a manufacturing entity. During the audit, auditor evaluated internal controls relating to safeguarding of assets. ഓക്കെ, അസറ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൺട്രോൾസ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദി ഓഡിറ്റർ, ഇത് ഇന്റേണൽ കൺട്രോൾ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ദി ഓഡിറ്റർ ഇവാലുവേറ്റഡ് ഇന്റേണൽ കൺട്രോൾസ് റിലേറ്റിംഗ് ടു സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്സ്. ഓക്കെ, 2 types of controls are relevant for the auditor. Internal control ചാപ്റ്ററിൽ പറയുന്നുണ്ട്. Those controls which are relating to the accuracy of the financial information. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ആക്യുറസിക്ക് ആവശ്യമായിട്ടുള്ളതും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന അസറ്റുകളുടെ സേഫ് ഗാർഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾസ് നമുക്ക് റെലവൻ്റ് ആണ്. ദർ ആർ 2 types of controls which are relevant for the auditor. നമ്മൾ ഇന്റേണൽ കൺട്രോൾ ചാപ്റ്ററിൽ നമ്മൾ അത് അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ യെസ്, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? Which of the following is most appropriate set of controls relevant to the auditor's consideration? ഓക്കെ, അപ്പോൾ FS പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്ന അസറ്റിൻ്റെ സേഫ് ഗാർഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾസ് ഏതാണ് ഏറ്റവും, വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് സെറ്റ് ഓഫ് കൺട്രോൾസ് ഫോർ ദിസ് പർപ്പസ്? സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്സിന് ആവശ്യമായിട്ടുള്ള റെലവൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്സസ് ടു സിസ്റ്റം ഹാൻഡ്ലിംഗ് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും ഇറ്റ്സ് എ റെലവൻറ്റ് കൺട്രോൾ ഫോർ ദി ഓഡിറ്റർ. CCTV സർവൈലൻസ് ഇൻ വെയർ ഹൗസസ് ടു പ്രിവെൻറ്റ് തെഫ്റ്റ്. കള്ളം വരാതിരിക്കാനായിട്ട് CCTV ഉപയോഗിക്കണം, ഒബ്വിയസ്ലി ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. പക്ഷേ ആ CCTVയുടെ സർവൈലൻസ് ഇൻ വെയർ ഹൗസ് ടു പ്രിവെൻറ്റ് തെഫ്റ്റ് ഓഫ് ഇൻവെൻട്രി അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നത് സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സ് എന്ന രീതിയിൽ വരത്തില്ലല്ലോ. അസറ്റ് FS പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്ന അസറ്റുകളുടെ സേഫ് ഗാർഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. വെയർ ഹൗസിൽ ഇൻവെൻട്രി വെക്കുന്നത് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ആസ്പെക്റ്റ് ആണ്, പക്ഷേ അത് റെലവൻറ്റ് ഫോർ ദി ഓഡിറ്റർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് FS പ്രിപ്പറേഷൻ അല്ല. ചോദിച്ചേക്കുന്ന ഓഡിറ്റ് ഇൻറ്റൻസ് റിലൈ ഓൺലി ഓൺ ദോസ് കൺട്രോൾസ് റെലവൻറ്റ് ടു ദ FS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓഡിറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺട്രോൾസ് നമുക്ക് നോക്കേണ്ടത്. കൺട്രോൾസ് ടു റെസ്ട്രിക്ട് എക്സസീവ് യൂസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓൾസോ, അതായത് വേസ്റ്റേജ് സംഭവിക്കാതിരിക്കാനായിട്ട്, സ്പില്ലേജ് സംഭവിക്കാതിരിക്കാനായിട്ടുള്ള കൺട്രോൾസ് വെക്കുന്നുണ്ടോ? അത്തരം കൺട്രോൾസ് ഒന്നും അല്ല ഓഡിറ്റർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. വി ഓൺലി ഡീൽ വിത്ത് FSലത്തെ അമൗണ്ടുകളുടെ ആക്യുറസിനെ സംബന്ധിക്കുന്ന കൺട്രോൾസും FS പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അസറ്റുകളുടെ സേഫ് ഗാർഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾസും. സോ 1 is there, 2 and 3 is not there. Maker checker authorization for bank payments. Maker checker authorization for bank payments. I think authorization for bank payments authorization വന്നിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി FS എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം BRS പ്രിപ്പയർ ചെയ്തേക്കുന്നതൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ 1 and 4 are relevant controls for the auditor. Option B will be the answer. Controls 1 and 4 only, since they directly impact the financial reporting. STU Limited, a listed company, issued sweat equity shares. While verifying the compliance, we need note the following. ഓക്കെ, അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിൻ്റെ സെക്ഷൻ 54 സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 54 എവിടെ നിന്ന് വന്നു, അത് ലോ അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ASൻ്റെയും ലോൻ്റെയും കുറച്ച് നോളജ് ആവശ്യമുണ്ട്. ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ മറ്റേ അസേർഷൻസ് പഠിക്കുന്ന ലിസ്റ്റ് എപ്പോഴും പറയാറുണ്ട്. എക്സിസ്റ്റൻസ്, വാല്യുവേഷൻ, ആക്യുറസി, കംപ്ലീറ്റ്നെസ്, റൈറ്റ്സിൻ്റെ ഇങ്ങനത്തെ അസേർഷൻസിൻ്റെ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുപരിയായിട്ട് ഈ ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരാവുന്ന AS ഏരിയാസ്, അസറ്റ് ബേസ്ഡ് ASൽ നിങ്ങൾ പഠിക്കണം. AS 2, 10, 26 2, 10, 26 നിർബന്ധമായിട്ടും പഠിച്ചേ പോകാൻ പാടുള്ളൂ. ആൻഡ് അത് പഠിക്കാൻ വേണ്ടി അഡ്വാൻസ് അക്കൗണ്ട്സ് തുറക്കണ്ട, നമ്മുടെ മെറ്റീരിയലിനകത്ത് ഈ 3 ASകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓഡിറ്റിംഗ് എക്സാമിന് റെലവൻ്റ് ആവുന്ന ടോപ്പിക്സ്. അതേപോലെ കമ്പനീസ് ആക്ടിലത്തെ 52 പ്രീമിയം, 53 ഡിസ്കൗണ്ട്, 54 സെക്യൂരിറ്റി ഷെയർസ്, 66 റിഡക്ഷൻ ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനത്തെ കുറച്ച് സെക്ഷൻസും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ 52, 53, 54, 66 സെക്ഷൻസ്, ഈ 4 സെക്ഷൻസ് ഓഡിറ്റിംഗ് എക്സാമിന് വേണ്ടിയിട്ടും ഒന്ന് വായിച്ച് വയ്ക്കുക. മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള ടോപ്പിക് പഠിച്ചിരുന്നാൽ മതി. ഇവിടെ ഇപ്പോൾ 54 ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയറുമായിട്ട് ബന്ധപ്പെട്ട്. ദ ഇഷ്യൂ വാസ് അപ്രൂവ്ഡ് ബൈ എ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നതിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. The resolution mentioned the number of shares and class of employees but did not specify the market price. Shares should belong to a new class of equity shares created specifically for employees. ഇതൊക്കെ തെറ്റാണല്ലോ. എക്സിസ്റ്റിംഗ് ക്ലാസ് ഓഫ് ഷെയർസ് മാത്രമേ വീണ്ടും കൊടുക്കാൻ പറ്റത്തുള്ളൂ. The company complied with the regulations issued by SEBI. Okay. The resolution mentioned the number of shares, class of employees. So based on above, what is the answer? The issue is valid, partially valid, valid as long as employees receive shares. Issue is invalid ആണ് because ഇറ്റ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ അല്ല വേണ്ടത്, സ്പെഷ്യൽ റെസൊല്യൂഷനാണ് വേണ്ടത്. ആൻഡ് ഓൾസോ മറ്റ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഒന്നും പാലിക്കുന്നില്ല അല്ലേ, മറ്റ് ഡിസ്ക്ലോഷേഴ്സ് ഒന്നും വരുത്തുന്നില്ല. റിട്ടൺ ദാറ്റ് ഓൺലി ഡിസ്ക്ലോഷർ ഓഫ് മാർക്കറ്റ് പ്രൈസ് ഇസ് നോട്ട് മാൻഡേറ്ററി. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. പാർഷ്യലി വാലിഡ് ഒന്നുമല്ല, ഇത് എൻറ്റയർലി ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ആണ് സംഭവിച്ചേക്കുന്നത്. സോ യെസ്, അത് സെക്ഷൻ 54 ഡയറക്റ്റ് ലോ ആപ്ലിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, സോ യെസ്, ദാറ്റ് ഈസ് ദ ഡിസ്കഷൻ ഓഫ് യുവർ കേസ് സ്റ്റഡി MCQ പാർട്ട്. 30 മാർക്കിൻ്റെ ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നൗ മൂവിങ് ഓൺ ടു ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. Starting with the first question. DEF Limited is a profit-oriented company engaged in FMCG sector. Okay, what is the question? ഞാൻ നേരത്തെ ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിലും നമുക്ക് ഏറ്റവും എൻഡ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആൻസർ പലപ്പോഴും ഡയറക്റ്റായിട്ട് കിട്ടും. അതങ്ങനെ തന്നെ അതും ഒരു ട്രെൻഡ് തന്നെയാണ്. വിത്ത് റെഫറൻസ് ടു ദി അബവ്, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് മേ എഫക്ട് ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ബെഞ്ച് മാർക്ക്. എസ് എ 320 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബെഞ്ച് മാർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓൾസോ സ്റ്റേറ്റ് ദി എക്സാമ്പിൾസ് ഓഫ് ബെഞ്ച് മാർക്സ് ദാറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതാണ് സംഭവം.
വി ആർ ഓഡിറ്റർ ഓഫ് എ DEF ലിമിറ്റഡ് ഹു ഇസ് ഇൻ ദി FMCG സെക്ടർ. നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അല്ലെങ്കിൽ ITC എന്നൊക്കെ പറയുന്ന പോലെ ഒരു FMCG സെക്ടറിലത്തെ ആൾക്കാരാണ് DEF ലിമിറ്റഡ്. അവിടെ വി ഒബ്സർവ് ദ കമ്പനീസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇസ് വെരി വോളറ്റൈൽ. അതേപോലെ കമ്പനീസ് ടോട്ടൽ റവന്യൂ ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഹാവ് റിമെയിൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വോളറ്റൈലാണ്, പക്ഷേ ടോട്ടൽ റവന്യൂ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും സ്റ്റേബിളാണ്. The company is financed through a mix of equity and borrowings, and its FS are used by both investors and lenders. The auditors in the process of determining materiality. So yeah, what are the factors to determine the benchmark? Okay. അപ്പോൾ SA 320 പ്രകാരം the concept of benchmarking എന്താണ് സംഭവം? ഈ മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുക അല്ലേ? The process of determining materiality is called as benchmarks. Process of determining materiality is called as benchmarks. And benchmarking. So how is benchmarking done? A percentage is applied to a chosen benchmark അല്ലേ? എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയലിറ്റി ലെവലായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ ദർ ആർ certain things we have to keep in mind. Benchmarks should be selected from those items where the intended users most tend to be interested in. അതായത് ഈ ഇൻവെസ്റ്റേഴ്സിനും ലെൻഡേഴ്സിനും വേണ്ടിയിട്ടാണല്ലോ, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അധികവും FS പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ കാറ്റഗറി ഓഫ് ഇൻറ്റൻഡഡ് യൂസേഴ്സ്. സോ അവർക്ക് എന്തായിരിക്കുമോ റെലവൻറ്റ്, അസറ്റ് പൊസിഷൻ, ടോട്ടൽ ലയബിലിറ്റി, ടോട്ടൽ സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ്സ്, ഇങ്ങനത്തെ അമൗണ്ടുകൾക്ക് മേൽ മാത്രമേ, ഇങ്ങനത്തെ അമൗണ്ടുകളിൽ ഒന്നിനെ മാത്രമേ നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ ഓൾസോ സർട്ടൻ ഫാക്ടേഴ്സ് ഉണ്ട്. റിലേറ്റീവ് വോളറ്റിലിറ്റി ഓഫ് ദ ബെഞ്ച് മാർക്ക് ഇസ് എ ഫാക്ടർ. ഫോർ എക്സാമ്പിൾ, ഒരുപാട് വോളറ്റൈൽ ആയിട്ടുള്ള ഐറ്റത്തിന്, ലൈക്ക് കമ്പനീസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വോളറ്റൈൽ ആണെങ്കിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ബെഞ്ച് മാർക്ക്. സ്റ്റേബിൾ ആയിട്ടുള്ള ഐറ്റത്തിനെ മാത്രം, റവന്യൂ ഓർ ഗ്രോസ് പ്രോഫിറ്റിന് എന്ത് ചെയ്യാം, ബെഞ്ച് മാർക്കിന് ഉപയോഗിക്കാം. പിന്നെ വേർ ദി എൻറ്റിറ്റി സെറ്റ് ഇസ് ലൈഫ് സൈക്കിൾ. ഒരു പുതിയ ന്യൂ എൻട്രൻറ്റ് ഇൻ ദ ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ ഡാറ്റ അവൈലബിൾ അല്ല. ന്യൂ എൻട്രൻ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസിനായിരിക്കും, കാരണം അവർ കൂടുതലും ഈ പറയുന്ന പോലെ മാക്സിമൈസിങ് സെയിൽസ് എന്നുള്ളൊരു അപ്രോച്ചിലേക്കും പോകുന്നത്. സോ മോർ ദാൻ പ്രോഫിറ്റ്, സെയിൽസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ന്യൂ എൻട്രൻറ്റ്. അതേസമയം ഒരു എക്സിസ്റ്റിംഗ് പ്ലെയർ ആണ്, ലോങ് റണ്ണിൽ കളിക്കുന്ന ഒരു ആളാണ്, നിറയെ കസ്റ്റമർ മറ്റേ ബേസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ബെഞ്ച് മാർക്കായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. യാ, സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. സോ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ആസ് പെർ 320 ബെഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? എ പെർസെൻറ്റേജ് വിൽ ബി അപ്ലൈഡ് ടു എ ചോസൻ ബെഞ്ച് മാർക്ക്. അതിനാണ് ബെഞ്ച് മാർക്കിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കുക. എലമെൻറ്റ്സ് ഓഫ് ദി FS വേർ ദി യൂസേഴ്സ് ആർ മോസ്റ്റ് ഫോക്കസ്ഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ്, റവന്യൂ, ഇൻട്രസ്റ്റ് എക്സെട്ര. നേച്ചർ ഓഫ് ദി എൻറ്റിറ്റി, വേർ ദി എൻറ്റിറ്റി ഇസ് അറ്റ് ഇസ് ലൈഫ് സൈക്കിൾ. ദി ഓണർഷിപ്പ് സ്ട്രക്ചർ, ഹൗ ഇറ്റ് ഇസ് ഫിനാൻസ് എക്സെട്ര ഇസ് വെരി ഡിസൈഡിങ് ഫാക്ടർ. റിലേറ്റീവ് വോളറ്റിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സും റവന്യൂ ഗ്രോസ് പ്രോഫിറ്റൊക്കെ എടുക്കാം. യെസ്, ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ SA 320 ബെഞ്ച് മാർക്കിങ്ങിനെ സംബന്ധിക്കുന്ന നമ്മുടെ ടോപ്പിക്ക് പഠിക്കുക. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ കാണാൻ വേണ്ടി പറ്റും, SA 320 നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി. ഓക്കെ, അത് ഡയറക്റ്റ് ടെസ്റ്റ്, അത് കാണേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് പേജ് നമ്പർ എത്രയാണെന്ന് ഇപ്പോൾ നോക്കിയിട്ട് പോകേണ്ടി വരും. ഇതൊക്കെ ഡയറക്റ്റ് SA 320 ലാസ്റ്റ് പോർഷനായിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ബുക്കിൽ കാണാൻ പറ്റുന്ന ടോപ്പിക്കാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1B OPQ ലിമിറ്റഡ്. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ്. അതൊന്നും ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്, ഫസ്റ്റ് ഡേ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ്. എന്താണ് മറ്റേ ഈ പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ അബൌട്ട് ദി എൻറ്റിറ്റി ബിക്കോസ് ഇറ്റ് ഇസ് ഓഡിറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഗ്ലോബലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സേഫ് ഗാർഡ്സ് ദ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് പേഴ്സൺസ് ഹു ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ എൻറ്റിറ്റി. ഇറ്റ് ആക്ട്സ് ആസ് എ മോറൽ ചെക്ക് ഓൺ ദി എംപ്ലോയീസ്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് സിമ്പിൾ സാധനം, അതിൽ ഞാൻ സമയം കളയുന്നേ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1C. In the given context, explain the relevant points that A should consider while determining reliability of data for the purpose of designing substantive analytical procedure. SA 520 specific question. SA 520 അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ സ്റ്റെപ്സ് പഠിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് നമ്മൾ ആദ്യം സൂട്ടബിലിറ്റി ഓഫ് അനലിറ്റിക്കൽ പ്രൊസീജിയർ നോക്കും, അതിനുശേഷം അവൈലബിലിറ്റി ഓഫ് റിലയബിൾ ഡാറ്റ ആണോ നോക്കും. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? SA 520 ഡയറക്റ്റ് തിയറി. അപ്പോൾ ആദ്യം SA 520 എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, in performing analytical procedure we have to understand the suitability നോക്കണം, പിന്നെ reliability of the data available നോക്കണം. Reliability of the data available can be checked by, എങ്ങനെയാണ് reliability of the data നോക്കാൻ വേണ്ടി പറ്റുക? അതിന് വേണ്ടിയിട്ട് 4 പോയിന്റ്സ് ഉണ്ടല്ലോ. അതായത് ഏത് സോഴ്സിൽ നിന്നാണ് ഡാറ്റ കിട്ടുന്നത്, ഹൗ റെലവൻറ്റ് ദ ഡാറ്റ ഈസ്, എത്രമാത്രം കൺട്രോൾസ് ആ ഡാറ്റ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ക്ലയൻറ്റ് എൻവയൺമെൻറ്റിലുണ്ട്, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് തീരുമാനിക്കുക അല്ലേ. സോഴ്സ് ഓഫ് ദ ഇൻഫർമേഷൻ അവൈലബിൾ,
എക്സ്റ്റേണൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണെങ്കിൽ കൂടുതൽ റിലയബിൾ ആയിരിക്കും. കമ്പയറബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം, റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആവണം, അതായത് ബഡ്ജറ്റ്സ് എല്ലാം റിയലിസ്റ്റിക് ആവേണ്ടതുണ്ട്. പിന്നെ ഓൾസോ സ്ട്രോങ്ങർ ഒരു കൺട്രോൾ എൻവയൺമെൻറ്റിൽ വരുന്ന ഡേറ്റ ആണെങ്കിൽ കൂടുതൽ റിലയബിൾ ആണ്, അനലിറ്റിക്സിന് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രേറ്റ് ഫോർവേഡ് തിയറി SF520 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. മെറ്റീരിയൽ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നോർമൽ. സോ 1A 1B 1C ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫുള്ളി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, auditor intends to apply analytical procedures to evaluate the reasonableness of purchase quantity and price. Discuss the audit procedures to perform. Okay, this is a very variety question. ഇത് നമ്മൾ കണ്ടിട്ട് കുറേ നാളായി, ഒരുപാട് നാൾക്ക് ശേഷം കാണുന്ന, ടിപ്പിക്കലി വരാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. This is a good question. See, what is the auditor trying to do? The auditor is observing fluctuations in the purchase quantity and price of raw materials. Management has provided data relating to consumption composition. സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ്, സ്റ്റോക്ക് കൺസംഷൻ അനാലിസിസ്, അങ്ങനെ രണ്ട് ഈ ഇൻവെൻട്രി സ്പെസിഫിക് ആയിട്ടുള്ള റേഷ്യോ അനാലിസിസ് ആയിട്ടോ ട്രെൻഡ് അനാലിസിസ് ആയിട്ടോ നമുക്ക് കൺസംഷൻ ആൻഡ് കോമ്പോസിഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റും എന്ന് ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. ഇത് റേഷ്യോ അനാലിസിസ് ആയിട്ടും ചെയ്യാം, ട്രെൻഡ് അനാലിസിസ് ആയിട്ടും ചെയ്യാം. അതായത് വി ക്യാൻ കമ്പയർ ദ കോമ്പോസിഷൻ കൺസംഷൻ ഓഫ് ഇൻവെൻട്രി ഇൻ എ ഗിവൺ പർട്ടിക്കുലർ ഇയർ, ഓർ വി ക്യാൻ perform the evaluation on by comparing with the previous years also. Now what is സ്റ്റോക്ക് കൺസംഷൻ അനാലിസിസ്? സ്റ്റോക്ക് കൺസംഷൻ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഫിനിഷ് ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ എത്രമാത്രം റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആയിട്ടുണ്ട്, നമ്മുടെ WIP സ്റ്റേജിൽ എത്രമാത്രം റോ മെറ്റീരിയൽസിൻ്റെ കൺസംഷനിലൂടെയാണ് നമുക്ക് FG പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയേക്കുന്നത്. ദാറ്റ് ഇസ് കൺസംഷൻ അനാലിസിസ്. വി ക്യാൻ കമ്പയർ ദ റേറ്റ് ഓഫ് ദിസ് കൺസംഷൻ വിത്ത് ദ പ്രീവിയസ് ഇയേഴ്സ്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫിനിഷ് ഗുഡ്സിൽ ഓരോ റോ മെറ്റീരിയലും ഇൻഗ്രീഡിയൻറ്റിൻ്റെയും കോമ്പോസിഷൻ, ഇൻഗ്രീഡിയൻസിൻ്റെ പെർസെൻറ്റേജും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ഇയർ ഫിഗേഴ്സിനെ പ്രീവിയസ് ഇയേഴ്സോട് കമ്പയർ ചെയ്താൽ that becomes a stock composition analysis. So questions, discuss the audit procedures to be performed in this regard. So stock ഈ ഇൻവെൻട്രിയും റോ മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൺസംഷൻ ആൻഡ് കോമ്പോസിഷൻ നോക്കാനായിട്ട് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആൻസർസ് ഇത് തന്നെയാണ്. നമ്മുടെ കൺസംഷൻ അനാലിസിസും കോമ്പോസിഷൻ അനാലിസിസും ഇതെന്താണെന്ന് മാത്രമേ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ പറയാറില്ല, ബിക്കോസ് അത് കുറച്ച് കോസ്റ്റിംഗ് സ്പെസിഫിക് സംഭവമാണ്. ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു ടോപ്പിക്. അതായത് എന്താ, ഈ FG പ്രിപ്പയർ ചെയ്യുന്നതിൽ എത്രമാത്രം റോ മെറ്റീരിയൽസ് കൺസ്യൂംഡായി, അത് കൺസംഷനാണ്. മാനേജ്മെൻറ്റിൻ്റെ ഫിനിഷ് ഗുഡ്സിനകത്ത് എത്രമാത്രം റോ മെറ്റീരിയൽസ് എത്ര പെർസെൻറ്റേജ് ഓരോ ഐറ്റംസും ഉണ്ട്, അത് കോമ്പോസിഷൻ അനാലിസിസ്. പിന്നെ നോർമൽ റേഷ്യോ അനാലിസിസ് ചെയ്യാം, അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി സ്പെസിഫിക് ആയിട്ടുള്ള റേഷ്യോസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഓൾസോ റിക്കൺസിലേഷൻസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ആ വർഷത്തെ പർച്ചേസസ് മൈനസ് ഡിലീഷൻസ്, ആർ ദ ഗിവിംഗ് ദ ക്ലോസിംഗ് സ്റ്റോക്ക്, റിക്കൺസൈൽ ദ ബാലൻസ് ഓഫ് ക്ലോസിംഗ് വിത്ത് ദി ഓപ്പണിംഗ് ബാലൻസസ്. ദീസ് ആർ ദ 4 procedures we can mainly do on what inventory balances. Stock composition, consumption being the most important ones. Next question എന്ന് പറയുന്നത് second question B, give reasons with reference to applicable. What is it? N Limited is a manufacturing company, has availed a cash credit facility. Okay, bank audit question. Drawing power is limit 1 CR ആണ്. We have sanction limit of 1 CR, drawing power of 80 lakh. So amount of drawings എത്ര പറ്റത്തുള്ളൂ, 80 lakh പറ്റുള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയേ ഉള്ളൂ, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 75 lakh ഉള്ളൂ. അപ്പോൾ നോ പ്രശ്നം. പക്ഷെ എന്താ സംഭവിച്ചത്, ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 2 quarters ദ ബാങ്ക് ഹാസ് ഡെബിറ്റഡ് ഇൻട്രസ്റ്റ് അമൗണ്ടിങ് ടു 7 lakh, പക്ഷെ ക്രെഡിറ്റ് വന്നേക്കുന്നത് 5 lakh ഉള്ളി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് ഔട്ട് ഓഫ് ഓർഡർ ആവാനുള്ള സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞു. കാരണം ഈ ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഫെസിലിറ്റീസ് NP ആകുന്നത് ഇസ് വെൻ ദി CC ഫെസിലിറ്റി ബിക്കംസ് ഓർഡർ ഫെസിലിറ്റി ബിക്കംസ് ഔട്ട് ഓഫ് ഓർഡർ. ഔട്ട് ഓഫ് ഓർഡർ 3 സിറ്റുവേഷൻ സംഭവിക്കാം. സാങ്ഷൻ ലിമിറ്റ് ഓഫ് ഡ്രോയിങ് പവർ വിച്ച് ഇസ് ലോ, അതിൻ്റെ അകത്ത് തന്നെയാണ് ഡ്രോയിങ്സ് സംഭവിച്ചിട്ടുള്ളൂ, പക്ഷേ 90 days ആയിട്ട് ഒരു റീപേയ്മെൻറ്റ് പോലും വരുന്നില്ല. ഓർ റീപേയ്മെൻ്റ് ഉണ്ട്, പക്ഷേ 90 day പീരീഡിൽ അക്രൂ ആവുന്ന ഇൻട്രസ്റ്റ് പോലും കവർ ആവുന്നില്ല നമ്മുടെ പേയ്മെൻറ്റ്സിലൂടെ. ഓർ ഇനിയിപ്പോൾ സപ്പോസ് ലിമിറ്റിൻ്റെ മുകളിലൂടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ ബാങ്ക് സ്പെസിഫൈ ചെയ്യുന്ന പീരീഡിനകത്ത് അത് റീപെയ്ഡ് ആയിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് കവർ ചെയ്യാത്ത ദ റെസീപ്റ്റ്സ്, ക്രെഡിറ്റ്സ് ആർ നോട്ട് സഫീഷ്യൻറ്റ് ടു കവർ ദ ഇൻട്രസ്റ്റ് അക്രൂഡ്. സോ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ഓർഡർ. സോ ആസ് എ നോട്ടർ അക്കൗണ്ട് എന്താ ചെയ്തത്, ബാങ്ക് എന്താ ചെയ്തേക്കുന്നത്, അക്കൗണ്ട് has otherwise remained within sanction limit. The statutory while reviewing the audit is required to classify the asset. So what is the classification required? The asset should be classified as a non-performing asset. Non-performing asset എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. As a note, how will you classify this account? Yes, NP ആണ്. Give reasons with reference to applicable norm. അപ്പോൾ എന്താണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആ CCODയുടെ 3 റൂൾസ് പറയുക, എന്നിട്ട് ഇവിടെ ഇൻ ദ ഗിവൺ കേസ് എത്രയാണ് എന്താ സംഭവിച്ചിരിക്കുന്നത്, 7 lakhനെതിരെ 5 lakhൻ്റെ ലോണേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് സഫീഷ്യൻറ്റ് ടു കവർ ദി ഇൻട്രസ്റ്റ് പോർഷൻ, ഔട്ട് ഓഫ് ഓർഡർ ആണ്. ദാറ്റ് ഇസ് ദി ആൻസർ. ഓക്കെ, NP ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ വെദർ ദ വ്യൂ ഓഫ് B is justified. ഓക്കെ, എന്താണ് B പറഞ്ഞിട്ടുള്ളത്,
CA, the engagement partner of Nova Manufacturing Limited, has designed a detailed audit program. He proposes the same audit program be standardized and applied to the audit of Sparkle Limited. Okay, so we have two clients, Nova Manufacturing ഉണ്ട് സ്പാർക്കിൾ ലിറ്റിൽ ഉണ്ട്. രണ്ട് സ്ഥലത്തും ഒരേ ഓഡിറ്റ് പ്രോഗ്രാം യൂസ് ചെയ്താൽ മതി എന്നാണ് നമ്മളുടെ വിശുദ്ധനായിട്ടുള്ള എ പറയുന്നത്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ദർ ഇസ് നോ കൺസെപ്റ്റ് കോൾഡ് ആസ് എ യൂണിവേഴ്സൽ ഓഡിറ്റ് പ്രോഗ്രാം. SA300 കൃത്യമായിട്ട് പറയുന്നുണ്ട് ബിസിനസ് വിൽ വേരി ഇൻ സൈസ്, നേച്ചർ, കോമ്പോസിഷൻ. ദ പ്രോഗ്രാം വിച്ച് ഇസ് ഡിസൈൻ ഫോർ the procedures which is designed for one entity is never applicable for the other entity. അങ്ങനെ നമ്മൾ യൂണിവേഴ്സൽ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗ്ലിജൻസ് ആണ്. However, CA be the engagement partner for Sparkle Limited disagrees and believes that adopting the same program is not appropriate. Examine whether the view of B is justified. B പറഞ്ഞത് കറക്റ്റ്, എ പറഞ്ഞത് തെറ്റ്. ഓക്കെ, മിസ്റ്റർ ബി ഇസ് കറക്റ്റ്, മിസ്റ്റർ എ ഇസ് റോങ്. എ ആണ് പറയുന്നത് മറ്റേ യൂണിവേഴ്സൽ പറ്റുമെന്ന്. Also explain whether the view taken also in this. Also state the matter that should be considered. So two part of the question ഉണ്ട്. Question രണ്ട് parts ഉണ്ട്. State the matters that we should be considered while preparing audit. Audit program develop ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം. ഇതാണ് stay within the scope of the audit. Only perform those procedures which are relevant, useful ആയിട്ടുള്ള പ്രൊസീജിയർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ സഫീഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കൺസിഡറേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾസ് മസ്റ്റ് ബി ദെയർ. റെഫറൻസ് ടു ദി ഓഡിറ്റ് പ്ലാൻ മസ്റ്റ് ബി ഗിവൺ. അങ്ങനത്തെ പോയിന്റ്സ് ഉണ്ടല്ലോ, മറ്റേ സ്റ്റെപ്സ് ടു ബി കൺസിഡർഡ് ഇൻ ഡെവലപ്പിംഗ് ദി ഓഡിറ്റ് പ്രോഗ്രാം. ആ സ്റ്റെപ്സും പറയണം. പിന്നെ മറ്റേ ഇവോൾവിംഗ് വൺ ഓഡിറ്റ് പ്രോഗ്രാം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിനെ പറ്റും പറയണം. സോ യെസ്, വി ഹാവ് ദോസ് പോയിന്റ്സ്. സ്റ്റേ വിത്തിൻ ദ സ്കോപ്പ്, പ്രിപ്പയർ റിട്ടൺ ഓഡിറ്റ് പ്രോഗ്രാം, determine the evidence reasonably available and identify best evidence for necessary satisfaction. Apply only those steps which are useful. Include objective for each area. Consider possibilities of error. Coordinate with other procedures. Yes, so that is straightforward theory. നമ്മുടെ how to develop audit program, matters to be kept in mind while developing audit program കൃത്യമായിട്ട് SA300 പറയുന്നുണ്ട്. പിന്നെ ഇല്ലേ, അത് സ്ട്രൈറ്റ് ഫോർവേഡ് തിയറിയാണ്. അത് ആ പോയിന്റ്സ് അതേപോലെ ഇട്ടിട്ടുണ്ട്. പ്ലസ് യൂണിവേഴ്സൽ ഓഡിറ്റ് പ്രോഗ്രാം നടക്കത്തില്ല എന്നൊരു ആസ്പെക്റ്റും. ബിസിനസ് വിൽ വേരി ഇൻ സൈസ്, നേച്ചർ, കോമ്പോസിഷൻ. വർക്ക് വിച്ച് ഇസ് suitable for one person is not applicable for the other person. ബി പറഞ്ഞിട്ടുള്ള കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. In the light of the above facts, examine whether Raghav Mehra is correct. Say the audit procedure that should be performed regarding opening balance. ഓക്കെ, അപ്പോൾ SA 510 ബേസ്ഡ് ആയിട്ടുള്ള എന്തൊരു ക്വസ്റ്റ്യൻ ആണ്. രാഘവ് മെഹ്റ കറക്റ്റ് ആണോ? ഇങ്ങനെ ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞ പ്രൊസീജിയർ. ക്വസ്റ്റ്യൻ ലാസ്റ്റ് വായിക്കുക, അപ്പോൾ നമുക്ക് ഏതാണ്ട് പിടുത്തം കിട്ടി ഇത് ഏത് എസ്സേറ്റ് ബേസ്ഡ് ആയിട്ട് ഉള്ള ടോപ്പിക്കാണ്. കഥ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് കുറേ ഐഡിയാസ് വരും. ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് കുറേ പറയും. ലാസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യനിലോട്ട് വരും. എന്നിട്ട് നമുക്കിപ്പോൾ രാഘവ് മെഹ്റ കറക്റ്റ് ആണോ എനിക്കറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല, ക്വസ്റ്റ്യൻ വായിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരും. രാഘവ് മെഹ്റ വാസ് അപ്പോയിന്റഡ് ആസ് ദ സ്റ്റാറ്റ്യൂട്ടർ ഓഫ് ജീപ്പ്. ദ കമ്പനീസ് എൻഗേജ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോമൊബൈൽ കോമ്പണൻസ്. നമ്മുടെ സ്റ്റെലാൻഡസ് ഗ്രൂപ്പിൻ്റെ ജീപ്പ് തന്നെയാണോ? ജീപ്പ് റാംഗ്ലർ അതാണോ? രാഘവ് മെഹ്റ അങ്ങനെ സാധാരണ ഒറിജിനൽ നെയിംസ് ഇടാറില്ലല്ലോ. Raghav Mehra is the auditor of Jeep, large scale production of automobile components and maintenance. Automobiles അല്ല, automobile components ആണ്. And maintain significant opening balance relating to inventory, trade receivables. ഓക്കെ, നമ്മുടെ ക്ലയൻറ്റ് ജീപ്പ് അവരെന്ത് ചെയ്യണം? അവർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോമൊബൈൽ കോമ്പണൻസ് ആണ്. നമ്മുടെ ഓട്ടോമൊബൈൽ മറ്റേ ജീപ്പല്ല. ആൻഡ് ദേ മെയിൻറ്റെയിൻ സിഗ്നിഫിക്കൻറ്റ് ഓപ്പണിംഗ് ബാലൻസ് റിലേറ്റിംഗ് ടു ഇൻവെൻട്രി. അപ്പോൾ ഒരുപാട് ഈ ഓപ്പണിംഗ് ബാലൻസ്, ഇൻവെൻട്രി, ട്രേഡ് റിസീവബിൾസ് ആൻഡ് അസറ്റ്സിന് നിറയെ ഓപ്പണിംഗ് ബാലൻസുകളുണ്ട്. ഓക്കെ, ഹൈ വാല്യൂ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൂടുതൽ ചെക്ക് ചെയ്യേണ്ടി വരും. ഏതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്? നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെൻറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള ടോപ്പിക്കൊക്കെ SA 510 ഉണ്ട്. അതൊക്കെ ചോദിച്ചിട്ട് കുറേ അറ്റംപ്റ്റ് ആയി. ഈ ക്വസ്റ്റൻ അതാണോ നോക്കാം. FS ഫോർ ദ പ്രീവിയസ് ഇയർ വെർ ഓഡിറ്റഡ് ബൈ അനദർ ഓഡിറ്റർ. അപ്പോൾ ഇത് നമ്മുടെ കറണ്ട് ഇയർ എൻഗേജ്മെൻറ്റ് എന്തായിട്ട് മാറി? ഇനിഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആയിട്ട് മാറി. ബിക്കോസ് പ്രീവിയസ് ഇയർ മറ്റൊരു ഓഡിറ്ററാണ് ഉണ്ടായിരുന്നത്. During the audit, CA Raghav Mehra decided not to perform an audit procedure on the opening balance. വളരെ നന്നായി. ഓപ്പണിംഗ് ബാലൻസസിനെ ചെക്ക് ചെയ്യേണ്ടതാണ് രാഘവ് പറയുന്നത്. പേരിലുള്ള ഒരു സ്റ്റൈൽ അയാളുടെ പ്രവൃത്തിയിലില്ല. He was of the view that since the previous year FS has already been audited by a predecessor auditor, reliance will be placed on the same and no further verification necessary. It's absolutely wrong. So in the light of the above facts, examine whether the approach of Mehra is correct. No, അയാൾ ചെയ്തത് തെറ്റാണ്. Because as per SA 510, initial audit engagements, opening balances, the auditor has to obtain sufficient appropriate evidence about രണ്ട് കാര്യങ്ങൾ. ഓപ്പണിംഗ് ബാലൻസസിൽ മിസ്റ്റേക്മെൻറ്റ്സ് ഇല്ല, അതേപോലെ അക്കൗണ്ടിംഗ് പോളിസി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ രണ്ട് കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്റ്റേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ പർപ്പസിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ബാലൻസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് ഈ പറയുന്ന വി ഹാവ് ടു ഇൻസ്പെക്ട് ദ പ്രീവിയസ് ഇയർ FS and see whether the opening balance are correctly brought forward. അതേപോലെ if the previous year is audited, like in the given case previous year audited ഉണ്ട്, peruse the
predecessor audit report and the previous FS etc. എന്നിട്ട് അക്കൗണ്ടിങ് പോളിസി കൺസിസ്റ്റൻ്റ്ലി അപ്ലൈ ചെയ്തിട്ട് നോക്കണം ഇല്ലേ. ആ SA 510 പെറൂസിനൊക്കെ പോയിന്റ് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് സംഭവം. ഇനീഷ്യൽ എൻഗേജ്മെൻ്റ് ആണിത്. അവരാദ്യം ഇനീഷ്യൽ എൻഗേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇൻ ദ ഗിവൺ കേസ് രാഘവ് എന്ത് ചെയ്യണം, രാഘവ് പറഞ്ഞേക്കുന്ന സംഭവം തെറ്റാ. വാട്ട് ഈസ് ദ ഓഡിറ്റ് പ്രൊസീജിയർ? ഹി ഹാസ് ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് എവിഡൻസ് റിഗാർഡിംഗ് ദ ഓപ്പണിംഗ് ബാലൻസ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഹി ഷാൽ റീഡ് ദ മോസ്റ്റ് റീസെൻറ്റ് FS if any and the predecessor audit report and see and obtain evidence that ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് മിസ്സേജ്മെൻറ്റ്സ് ഒന്ന് നോക്കണം. എങ്ങനെ ചെയ്യുക? ബൈ ഡിറ്റർമിനിങ് വെദർ പ്രയർ പീരിയഡ് ക്ലോസിംഗ് ബാലൻസ് ഹാസ് ബീൻ കറക്റ്റായിട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കണം. ഓപ്പണിംഗ് ബാലൻസസിൽ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് പോളിസിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടോ നോക്കുക. ആൻഡ് പ്രീവിയസ് ഇയർ FS ഓഡിറ്റഡ് ആണെങ്കിൽ പെറൂസ് ദ കോപ്പീസ് ഓഫ് ദി ഓഡിറ്റ് FS ആൻഡ് ഇവാലുവേറ്റ് വെദർ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഈ വർഷം ചെയ്യേണ്ട ആവശ്യമുണ്ടോ. And evaluate whether audit procedure performed in the current period provide evidence relating to opening balance or perform specific procedure to obtain evidence about the opening balance. Okay, so if the previous year FS is audited, perform the additional procedure as required. Mainly മറ്റേ അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലേ. നമ്മുടെ SA 510 സ്ട്രേറ്റ് ഫോർവേഡ് തിയറി തന്നെയാണ്. Evaluate whether audit procedure performed in the current period provide evidence relating to opening balance. For example, previous yearത്തെ ഏതെങ്കിലും മിസ്റ്റേക്സ് ഈ വർഷം ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഓൾറെഡി മിസ്റ്റേക്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഇത്തവണ കറക്റ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ SA 450 പ്രകാരം അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ആയിട്ട് മാറും. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എഴുതി വയ്ക്കാം. ഇഫ് ദ പ്രീവിയസ് ഇയർ FS is audited by another auditor, perform the additional procedures as required. അതിൽ വരും ഈ രണ്ട് സിറ്റുവേഷൻസ്. അത് SA 450 ആണ്, അത് ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. Thus, Mehra's approach is inappropriate. As per SA, even in case of audited prior period FS, the incoming auditor must perform adequate procedure. SA 510 objective അവിടെ fail ആയി. Next question is with reference to standard of auditing. Explain the audit procedure to perform as part of RAP to identify subsequent events. SA 560 question ആണ്. Okay, subsequent events. ഇവിടെ subsequent event എന്ന് പറയുന്നത് course of the audit. Not observe that company operates in a rapidly changing market environment. Oudit report ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. കാരണം 31st March തൊട്ടിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ള ഡേറ്റ് ആണ് SA 560 സബ്സിക്വന്റ് ഇവൻറ്റ്സ് ആയിട്ട് മാറുന്നത്. എ കമ്പനി റീനെഗോഷിയേറ്റ്, ഐ തിങ്ക് MTP 1 സബ്സിക്വന്റ് ഇവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അത് പക്ഷേ പക്ക AS4 അഡ്ജസ്റ്റിങ്ങും നോൺ അഡ്ജസ്റ്റിങ്ങും ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. ഇവിടെ ക്വസ്റ്റൻ എന്താണ്? ഹൗ ടു ഐഡൻറ്റിഫൈ സബ്സിക്വന്റ് ഇവൻറ്റ്സ് തന്നെ ചോദിച്ചിരിക്കുകയാണ്. കമ്പനി റീനെഗോഷിയേറ്റ് വിത്ത് എ മേജർ long-term supply contract. Legal case pending was settled in May 2025. Internal audit report highlighted in irregularities and regulation. The company has circulated final draft also for the first quarter of the year. What is concerned about whether all subsequent events has been properly identified. So yeah, what are the audit procedures to identify subsequent events? As per SA 560, subsequent events എന്താണ് ആദ്യം പറയുക. Subsequent events means every significant event which happens between those two dates. 31st March ഓഡിറ്റ് റിപ്പോർട്ടും. ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്? അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് എവിഡൻസ് ദാറ്റ് ഓൾ ദ സബ്സിക്വന്റ് ഇവന്റ്സ് വിച്ച് റിക്വയർസ് അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഹാസ് ബീൻ അഡ്ജസ്റ്റഡ് ഓർ ഡിസ്ക്ലോസ്ഡ്. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, സബ്സിക്വൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊസീജിയേഴ്സ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ടു ഐഡന്റിഫൈ ഓൾ ദീസ് സബ്സിക്വന്റ് ഇവന്റ്സ്. സബ്സിക്വന്റ് ഇവന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അക്കൗണ്ട് ചെയ്യാനും മാനേജ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വാട്ട് ആർ ദ മാനേജ്മെൻറ്റ് പ്രൊസീജിയർ, ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 ഇൻസ്പെക്ഷനും ഒരു എൻക്വയറിയും, അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് എൻക്വയറി, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതോ 2 എൻക്വയറിയും ഒരു ഇൻസ്പെക്ഷനും. വി ഹാവ് ടു ഒരു എൻക്വയറി 2 ഇൻസ്പെക്ഷനും, അങ്ങനെയാണ്. ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രൊസീജിയർ. എൻക്വയർ വിത്ത് ദ മാനേജ്മെൻറ്റ് അബൌട്ട് വാട്ട്? all the subsequent events. Enquire the management and appropriate TCL project etc. whether any subsequent events has occurred. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്പെക്ട് ചെയ്യാം. എന്തൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക? ഈ 31st മാർച്ചിന് ശേഷം സംഭവിച്ചേക്കുന്ന പുതിയ പർച്ചേസ് കോൺട്രാക്ട്സ്, സപ്ലയർ കോൺട്രാക്ട്സ്, എന്തെങ്കിലും മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ്, എവറിത്തിങ്. ഇൻറ്ററിം FS ഉണ്ടെങ്കിൽ അത്, അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. Also consider the dynamic environment and significant post-year end developments. The auditor must carefully perform the above procedures. Failure to do so will result in miscellaneous. Yeah, okay. So how to identify SA 560 subsequent events? Straightforward question. We have the list in the book. അത് നേരെ അതേപോലെ എഴുതി വെക്കാം. Next question. Explain the important audit procedure you should perform while auditing a hospital. The audit of different entities chapter എന്നുള്ള ടോപ്പിക്കാണ്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൽ സ്കൂള്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽ, തിയേറ്റർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ നമ്മളൊരു 7 സ്റ്റെപ്പിൻ്റെ ഫ്രെയിംവർക്ക് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ചാർട്ടർ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യുക, ഇൻഫ്ലോ ചെക്ക് ചെയ്യുക, ഔട്ട്ഫ്ലോ ചെക്ക് ചെയ്യുക, ലീഗൽ കംപ്ലയൻസ്, ഇൻറ്റേർണൽ കോൺട്രാക്ട്സ് ആൻഡ് അസേഷൻസിലോട്ട് പോകുന്ന ടോപ്പിക്ക്. ഇത് അതേപോലെ എഴുതാൻ പറ്റും.
യെസ്, ആ ഫ്രെയിം വർക്ക് നോക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒരു 1 ടൈം റീഡ് കൊടുക്കാൻ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഏത് ഐറ്റത്തിനും തിയേറ്റർ, സ്കൂൾ, ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. മറ്റേ അവിടെ ഒരു ഡിഫറെൻറ്റ് ഐറ്റത്തിനേക്കാളും കമ്പാരിറ്റീവ്ലി സിമ്പിളാണ് നമ്മുടെ ഈ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ ഇത് വരാനായിട്ട്. സോ ഇതിൻ്റെ അവർ സ്റ്റഡി മെറ്റീരിയലത്തെ ആൻസേഴ്സ് അതേപോലെ കോപ്പി പേസ്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഫ്രെയിം വർക്ക് പോലെ എഴുതാം. ഫ്രെയിം വർക്കിനകത്ത് ഈ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അത് സ്ട്രേറ്റ് ഫോർവേഡ്. ഐസിഐ മെറ്റീരിയലത്തെ സെയിം ആൻസർ അവർ ഇട്ടേക്കുന്നത്. ഞാൻ അതേ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറയത്തില്ല. നമുക്കൊരു ഫ്രെയിം വർക്ക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Based on the above, state the instances that we should consider while ascertaining the reporting objectives while developing strategy. SA300 ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SA300 ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് 5 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻഗേജ്മെന്റ്. ദെൻ വി ഹാവ് ടു അസർടൈൻ ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ്. അതിൻ്റെ സബ് പോയിന്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. എജിറ്റിഎസ് ടൈം ടേബിൾ ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇത് ഐ തിങ്ക് May 25 പാസ്റ്റ് എക്സാം ആയിട്ടും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2025 May അറ്റംപ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് വാസ് എ 6C ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഓർമ്മ. May 25 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 6C ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഇറ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്തായാലും ഇത് ഫ്രീക്വൻ്റ്ലി ഓഡിറ്റ് സ്ട്രാറ്റജിയുടെ ആദ്യത്തെ 3 പോയിന്റും കട്ടയ്ക്ക് പഠിച്ചു വയ്ക്കാം. ഇറ്റ്സ് ഓൾവേസ് നല്ല പോലെ പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ് അത്, അവിടുന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. സോ യെസ്, അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ നേച്ചർ ഓഫ് അസർടൈൻ ദ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉള്ള പോയിന്റിൽ വരുന്ന സബ് പോയിന്റ്സ് ആണ്. എൻറ്റിറ്റീസ് ടൈം ടേബിൾ ഫോർ റിപ്പോർട്ടിംഗ് അസസ് ചെയ്യണം. അതേപോലെ മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദ എക്സ്പെക്ട് ടൈപ്പ് ആൻഡ് ടൈമിംഗ് ഓഫ് റിപ്പോർട്ട്, ദ സ്റ്റാറ്റസ് ഓഫ് ഓഡിറ്റ് വർക്ക്, ഓർഗനൈസ് ദി മീറ്റിംഗ്സ് വിത്ത് മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് വർക്ക് വിത്ത് ദം ടു ഡിസ്കസ് ദ NT ഓഫ് ദ വർക്ക് വിത്ത് മാനേജ്മെൻറ്റ്. ആൻഡ് ഓൾസോ നമുക്ക് എൻഗേജ്മെൻറ്റ് ടീമുമായിട്ടും ഒരു മീറ്റിംഗ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ യെസ്, അത് സ്ട്രേറ്റ് ഫോർവേഡ് തിയറിയാണ്. ഓഡിറ്റ് സ്ട്രാറ്റജി SA300 രണ്ടാമത്തെ പോയിന്റ്. ഡിറ്റോ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻഡിപെൻഡൻസ് അപ്പിയറൻസ്. ബേസിക് SA200 ജുജുബി ക്വസ്റ്റ്യൻ, സിമ്പിൾ സാധനം. വാട്ട് ഈസ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസ് വെച്ച് കഴിഞ്ഞാൽ that is the ability of the auditor to perform the procedure without getting clouded by the influences of other people, right? Without affected by the will of other person. And we have to maintain independence of mind and appearance. Mind എന്ന് വെച്ചാൽ state of mind that helps the auditor to perform the work with integrity, objectivity, skepticism. Independence and appearance വെച്ചാൽ avoidance of all the സാഹചര്യം where the third person might say our independence is compromised. ആ പരിപാടി. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ വെദർ ദ ഇൻഡിപെൻഡൻസ് ഇസ് കോംപ്രമൈസ്ഡ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ, ഈ ക്വസ്റ്റ്യനിൽ ഇൻഡിപെൻഡൻസ് കോംപ്രമൈസ് ഉണ്ടോ എന്നും ചോദ്യമുണ്ട്. എന്നിട്ട് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡും അപ്പിയറൻസും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു എന്താ ചോദിച്ചിട്ടുണ്ട്. സോ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ ഓഡിറ്റ് ഇറ്റ് വാസ് ഒബ്സർവ് ദാറ്റ് ഓഡിറ്റ് പാർട്ട്ണർ ഹാസ് എ ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ CFO എന്ന് പറയുമ്പോൾ അവിടെ ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ട്. ഫെമിലിയാരിറ്റി ത്രെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസിന് അപ്പിയറൻസ് അഫക്റ്റ് ആവാം, മൈൻഡും അഫക്റ്റ് ആവാം. The firm had also provided consultancy services for designing. Okay, self-review threat വന്നിട്ടുണ്ട്. So familiarity threat ഉണ്ട്, self-review threat ഉണ്ട്. Substantial portion of the firm's revenue was dependent on the self-interest threat ഉണ്ട്. So since there are threats, the independence of auditors threatened in this given situation, a minority shareholder raised concerns, obviously, because independence appearance നഷ്ടപ്പെട്ടു. സോ എക്സ്പ്ലെയിൻ വെദർ ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ഇസ് കോംപ്രമൈസ്. യെസ്, അപ്പോൾ ഈ 3 സിറ്റുവേഷൻസും വന്നിട്ട് ഓരോ സിറ്റുവേഷനിലും എന്ത് ത്രെറ്റ് ആണെന്ന് പറയുക. എന്നിട്ട് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ എന്താണ് ഡിഫൈൻ ചെയ്യുക. ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡും അപ്പിയറൻസും എഴുതുക. അതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ പോയിന്റ്സ് ടു ബി കൺസേൺ ഇൻ ഡെവലപ്പിംഗ് ജോയിൻറ്റ് ഓഡിറ്റ് പ്ലാൻ. SA299 ജോയിൻറ്റ് ഓഡിറ്റ് പ്ലാൻ. SA299 പറയുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് മാത്രം പോവും, പഠിപ്പിക്കത്തില്ല. ബട്ട് SA300 എത്തുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ട് വരുന്നൊരു ടോപ്പിക്കുണ്ട്, ജോയിൻറ്റ് ഓഡിറ്റ് പ്ലാൻ. അത് ഓഡിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് ആ 5 പോയിന്റ് തന്നെ ഹെഡിങ്സ് വരുന്ന ഒരു ടോപ്പിക്കില്ലേ. SA299 ഫസ്റ്റ് പേജിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഐഡൻറ്റിഫൈ ദ ഡിവിഷൻ ഓഫ് ഏരിയാസ്, അസർടൈൻ ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ്, consider and communicate among all joint auditors the factors that are required to direct the engagement team's effort, result of the PEA, NTE of resources. സ്ട്രാറ്റജിയുടെ സെയിം 5 പോയിന്റ്സ് പോലെ വരുന്ന സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ദ ഓഡിറ്റർ ഇസ് റിക്വയർഡ് ടു ഇഷ്യൂ എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ MTP2 ഭയങ്കര സിമ്പിളാണ്. SA705 പ്രകാരം ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുക? 2 സിറ്റുവേഷനിൽ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യും. സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടി, ദാറ്റ് മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കാവുന്ന ഒരു ഏരിയനെ പറ്റിയിട്ട് എവിഡൻസ് കിട്ടുന്നില്ല. ഈ 2 സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുക. അത് ആ മോഡിഫിക്കേഷൻസ് 3 ടൈപ്പ് ഉണ്ട്. ക്വാളിഫൈഡ്, അഡ്വൈസ്, ഡിസ്ക്ലെയിമർ. ഇൻ ദ ഗിവൺ കേസ് ക്വാളിഫൈഡ് ചോദിച്ചേക്കുന്നത് ഇഫ് വി ഒബ്റ്റെയിൻ സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ദാറ്റ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, മെറ്റീരിയലാണ്, പക്ഷേ പെർവേസീവ് അല്ല.
or we are unable to obtain audit evidence about a potential misstatement which could be material but not pervasive. അങ്ങനെയാണെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. സ്ട്രേറ്റ് ഫോർവേഡ്, ഭയങ്കര ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സംഭവം. ഇതിനൊന്നും വേണ്ടിയിട്ട് നമ്മൾ എസ് 705 ആണെങ്കിൽ പോലും ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കല്ലേ. അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഡിസ്കസ് ദ ഓഡിറ്റ് പ്രൊസീജിയർ ടു പെർഫോം ഫോർ ചെക്കിംഗ് ദ വാല്യുവേഷൻ ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഗുഡ്സ് ഫോർ റീസെയിൽ. ഇത് മറ്റേ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ലൈക്ക് ഐ സെഡ്, ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റത്തിൽ 10 ഐറ്റംസ് ഉണ്ട്. ആ 10 ഐറ്റത്തിൽ ആദ്യത്തെ 10 ഐറ്റത്തിൽ അസേർഷൻസ് നോക്കണം. ആ 10 ഐറ്റത്തിൽ വരുന്ന സാധനമാണ് ഈ ഇൻവെൻട്രി. ഇൻവെൻട്രിയിൽ പഠിക്കേണ്ട ഏത് ഐറ്റത്തിലാണെങ്കിലും റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ് ഞാൻ നോക്കാൻ പറയാറുണ്ട്. ഇവിടെ ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ ഞാൻ ആ പേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ വെൻ യു കം ടു, നിങ്ങൾ ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവെൻട്രീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ഇൻവെൻട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇൻവെൻട്രിയുടെ വാല്യുവേഷനിൽ റോ മെറ്റീരിയൽ എങ്ങനെ വാല്യൂ ചെയ്യും, WIP എങ്ങനെ വാല്യൂ ചെയ്യും, മറ്റേ FG എങ്ങനെ വാല്യൂ ചെയ്യും, അത് വേറെ വേറെ തന്നെ കാണിച്ചിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു. വാല്യുവേഷൻ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷനൊക്കെ ഇത്രയും പോയിൻറ്റ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എത്ര പോയിൻ്റ് ഞാൻ പഠിക്കാൻ പറ്റില്ലേ? വെറും 5 പോയിൻറ്റ്. ഏറ്റവും ചോട്ടാപ്പി പോയിൻറ്റ്സ് പഠിച്ചു വെച്ചോ. ആൻഡ് വാല്യുവേഷൻ, പ്രോപ്പർട്ടി പ്ലാൻ, മറ്റേ AS2 ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ, റോ മെറ്റീരിയൽസ് എങ്ങനെ വാല്യൂ ചെയ്യും, സിമ്പിളായിട്ടുള്ള 4 പോയിൻറ്റ് അല്ലേ. റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബേസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ആൻഡ് ഒബ്സൊലീറ്റ് ഇൻവെൻട്രി വിലും ഡാമേജ് കണ്ടിട്ടുണ്ട്. ഫോളോ വാല്യുവേഷൻ ഓഫ് ഓൾ ഡാമേജ് ഓഫ് ഒബ്സൊലീറ്റ് ഇൻവെൻട്രി. അതേപോലത്തെ പോയിന്റ്സ് ഇവിടെയും കാണാൻ പറ്റും. WIP-ലാണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓവർ ഹെഡ് കോസ്റ്റ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഓവർ ഹെഡ്സ് ആർ അപ്പോർഷൻഡ്, ആൻഡ് എൻഷുർ ദാറ്റ് മെറ്റീരിയൽ കോസ്റ്റ് എക്സ്ക്ലൂഡ് അബ്നോർമൽ ആയിട്ടുള്ള വേസ്റ്റേജ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. MTP 1-ലത്തെ ഒരു ഓപ്ഷനിൽ എന്തോ ഇത് വന്നിട്ടുണ്ട്. ആൻഡ് FGക്കും ഫിനിഷ് ഗുഡ്സിലും ഇതേ സംഭവം. ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ കോസ്റ്റ് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനിഷ് ഗുഡ്സ്. Ensure that inventories are valued at NRV if they are likely to fetch a value lower than their cost. മറ്റേ AS2 കൺസെപ്റ്റ്. ഫിനിഷ് ഗുഡിൻ്റെ പ്രൈസ് ഫിനിഷ് ഗുഡിൻ്റെ NRV കോസ്റ്റിനേക്കാളും താഴെയാണെങ്കിൽ ആ ഫിനിഷ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന പാർട്ട്ലി ഫിനിഷ് റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ കോസ്റ്റിൻ്റെ താഴത്തേക്ക് കാണിക്കണം. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ആ പോയിന്റ്. പിന്നെ ഇവിടെയും കമ്പയർ ദ കോസ്റ്റ് വിത്ത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, വെൻഡർ വൈസ് പ്രൈസ് ലിസ്റ്റ് കമ്പയർ ചെയ്യുക, കാൽക്കുലേറ്റ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇൻ മാനുഫാക്ചറിങ് എൻവയൺമെൻറ്റ്, ടെസ്റ്റ് ദി ഓവർ ഹെഡ് അലോക്കേഷൻ. 1 2 3 4 5 പോയിൻറ്റ്സ്, 5 + 2 7 പോയിൻറ്റ്സ് ഉണ്ട്. ഇത്രയുമാണ് വാല്യുവേഷൻ ഓഫ് FGയിൽ വരുന്നത്. ഏതെങ്കിലും ഒരു 5 പോയിന്റ് എഴുതി വയ്ക്കാം. ഈ പോയിന്റ്സ് തന്നെയാണ് അവിടെ അവർ ഇട്ടേക്കുന്നത്. ഞാൻ ഏത് പോയിന്റ് വേണമെന്ന് സ്പെസിഫിക്കലി പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 പോയിന്റോ 5 പോയിന്റിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതേ സംഭവം തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. വാട്ട് ഐറ്റംസ് ഓഫ് കോസ്റ്റ് ആർ ഇൻക്ലൂഡഡ്, inventories are valued in NRV if they are likely to fetch value lower than cost, follow up items for obsolete, damaged, slow moving, compare the recorded cost with the replacement cost, examine vendor wise price list, calculate inventory turnover ratio. സെയിം ഡിറ്റോ കോപ്പി പേസ്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയാലേ പരിപാടി നടക്കത്തുള്ളൂ. ഓക്കെ, 5 പോയിന്റ്സെങ്കിലും പഠിച്ചത് മതി, കൂടുതൽ പഠിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് mention the attributes that the auditor should verify vouching expenses. Again, auditor different items chapter എന്നുള്ള ടോപ്പിക്കാണ്. ട്രാവൽ, ഇൻഷുറൻസ്, റിപ്പയർ പോലത്തെ മിസ്ലിനിയസ് എക്സ്പെൻസ്. ഇത് ലാസ്റ്റിലത്തെ 4 ഐറ്റം. ആദ്യത്തെ 10 ഐറ്റത്തിനാണ് മറ്റേ അസേർഷൻസിൻ്റെ ലിസ്റ്റ് പഠിക്കുന്നത്. അവസാനത്തെ ഐറ്റത്തിന് സ്ട്രേറ്റ് ഫോർവേഡ് തിയറിയാണ്. അത് നമ്മുടെ ബുക്കിൽ നേരെ കാണാൻ വേണ്ടി പറ്റും. ഈ മിസ്ലിനിയസ് എക്സ്പെൻസസിൽ എന്തെല്ലാം പോയിന്റ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് മുമ്പ് Jan 25-ൻ്റെ MTP2-ലും വന്നിട്ടുണ്ട്. ഇപ്പോൾ May 26-ൻ്റെ MTP2-ലും വന്നിരിക്കുകയാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തിയറി. ഈ പറയുന്ന മിസ്ലിനിയസ് എക്സ്പെൻസസ് ഇസ് ഇറ്റ് ആക്ച്വലി പെർട്ടൈനിങ് ടു ദ കറണ്ട് പീരിയഡ്, അത് റവന്യൂ നേച്ചർ തന്നെയാണോ, സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടോ, കറക്റ്റായിട്ടുള്ള അലോക്കേഷൻ ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട് ഹെഡ്സിൽ സംഭവിക്കുന്നുണ്ടോ, അങ്ങനത്തെ പോയിന്റ്സ് ആണ് സ്ട്രേറ്റ് ഫോർവേഡ് തിയറി. ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ടോ, അങ്ങനത്തെ പോയിന്റ്സ് ആണ്. ഓക്കെ, സിമ്പിൾ ടോപ്പിക്, സ്ട്രേറ്റ് ഫോർവേഡ് തിയറി. ആ ആദ്യത്തെ 10 ഐറ്റത്തിൻ്റെ അസേർഷൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ 4 ഐറ്റത്തിന് ഇങ്ങനത്തെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന സെറ്റ് ഓഫ് ടോപ്പിക്സ് അത് അതേപോലെ ബുക്കിൽ തന്നിട്ടുണ്ടോ, നിങ്ങളിത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എത്തിക്കഴിഞ്ഞു. 6th ക്വസ്റ്റ്യൻ, explain the requirements relating to date of written representation in relation to the audit report and the period to be covered by such representation. Also comment on the validity of the management stand. Okay. The auditor proposed to sign the audit report on 30th June. Audit report date 30th June ആണ്. Management provided representation on 10th June and refused to update them closer to the date of audit report. Further, the present management took charge from 1st October 2024, declined to give representation for the period on the ground the previous. Okay. So, comment on the validity of the management stand. India will explain the requirements relating to date of representation.
SA 580 പറഞ്ഞ സംഭവമാണ്. റിട്ടേൺ റെപ്രസെൻറ്റേഷൻ്റെ ഡേറ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റൻ ആദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാൻഡ് പോയിന്റ് കറക്റ്റാണ്. ടോക്കിംഗ് അബൌട്ട് ദ ഡേറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ SA 580 പ്രകാരം റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ഡേറ്റഡ് ആസ് നിയർ ടു ആസ് മച്ച് ആസ് പോസിബിൾ ബട്ട് നോട്ട് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടോട് ചേർന്ന് നിൽക്കണം. വൈ ഇസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ്? ബിക്കോസ് ഇറ്റ് സിഗ്നിഫൈസ് ദ ഡേറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ, ഇറ്റ് സിഗ്നിഫൈസ് that auditor has considered all the events up to the 31st up to date of audit report. കാരണം 31st മാർച്ചിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് അന്ന് വരല everything up to 31st March anyways we have to audit. Even after 31st March any significant events can happen which will require adjustments or disclosure as per AS4 അല്ലേ. AS4 പ്രകാരം അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ ഡിസ്ക്ലോഷർ ആവശ്യമായിട്ടുള്ള പല സിറ്റുവേഷൻസും 31st മാർച്ചിന് ശേഷം സംഭവിക്കാം. സോ ആസ് പെർ SA 580 we have to obtain representation. Return representation is the type of audit evidence. So we have to collect audit evidence that management has, we have to obtain representation from the management that they have completed their responsibilities up to date of audit report. ആ വരെയുള്ള പീരീഡ് നമുക്ക് റെലവൻറ്റ് തന്നെയാണ്. ബിക്കോസ് അത് SA 560 നമുക്ക് കവർ ചെയ്യുന്ന പീരീഡ് തന്നെയാണ്. ആൻഡ് SA 580 ഈ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് ആർ ഫോർ ഓൾ ദ പീരിയഡ്സ് കവേർഡ് ഇൻ ദി ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എത്ര പീരിയഡ് ഓഫ് FS കവർ ചെയ്യുന്നുണ്ടോ ആ പീരിയഡുകളിലെ പറ്റിയിട്ടുള്ള ആ പീരീഡിൻ്റെ ഒക്കെ എല്ലാ റെപ്രസെൻറ്റേഷൻസും നമുക്ക് കവർ ചെയ്യാം. ഇഫ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ 4 ഫിനാൻഷ്യൽ ഇയേഴ്സിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പെഷ്യൽ പർപ്പസ് FSലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്, GPFS അല്ല SPFSലാണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മോർ ദാൻ 1 ഫിനാൻഷ്യൽ ഇയേഴ്സ് നമ്മുടെ ചെക്കിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ to whichever period the audit report pertains to which the subject matter pertains to, അതിനെ പറ്റിയിട്ടൊക്കെയുള്ള WR നമുക്ക് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റും. ആൻഡ് ഇഫ് ദ മാനേജ്മെൻറ്റ് is saying that they were not present in that period, it is not a valid excuse. The responsibility for the management to give us representation about any period covered in the audit, it still stays true. So yes, ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ കണ്ടീഷൻ തെറ്റാണ്. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും. ആ ബുക്കിലുള്ള രീതിയിൽ മാത്രം എഴുതിയിരുന്നാൽ മതി. ഇത്രയും വലിച്ച് വരി കൊടുക്കണ്ട. ഐ തിങ്ക് ദേ ഹാവ് കോപ്പി പേസ്റ്റഡ് ലിറ്ററലി എവറിത്തിങ് ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ. അതേപോലെ ബുള്ളറ്റ് പോയിന്റ് പോലെ ഇങ്ങനെ കാണിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പാരഗ്രാഫായിട്ട് എഴുതാം. ഇത് പാരഗ്രാഫായിട്ട് എഴുതാൻ സംഭവം. ഡേറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ അതിൻ്റെ പ്രത്യേകത എന്താണ്? shall be as nearer to but not later than date of audit report. Representation shall be for all the periods covered in the audit report. Because representations are necessary audit evidence, our opinion cannot be expressed unless ഇതും കൂടി കിട്ടിയിട്ട്, this is also type of audit evidence. So ഇതും കൂടി കിട്ടിയിട്ട് നമുക്ക് ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. Because auditor is concerned with events occurring up to date of audit report that may require adjustments or disclosure, ആ പീരീഡ് വരെയുള്ളത് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണം, എവിഡൻസ് കളക്ട് ചെയ്യണം, റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കണം. റെപ്രസെൻറ്റേഷൻസ് ആർ ഫോർ ഓൾ പീരിയഡ്സ്. സിറ്റുവേഷൻസ് മേ അറൈസ് വെയർ മാനേജ്മെൻറ്റ് വെർ നോട്ട് പ്രസൻറ്റ്. പക്ഷേ സച്ച് പേഴ്സൺസ് അങ്ങനെ പറഞ്ഞാലും ഇറ്റ് ഡസ് നോട്ട് ഡിമിനിഷ് ദ റെസ്പോൺസിബിലിറ്റി. എല്ലാം ഡിറ്റോ അതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6B. Familiarity threats are a significant concern affecting the independence. Explain the meaning of familiarity threat. Familiarity threat is the auditor forming empathetic or sympathetic relationship with the client. നമ്മൾ familiarity threat എന്ന് പറഞ്ഞു വിളിക്കുക. Explain how the provisions of the Companies Act help. Companies Actൽ ഫെമിലിയാരിറ്റി ത്രെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 139 subsection 2 പ്രകാരം റൊട്ടേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറയുന്നത്. അത് കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷനാണ്. Explain the meaning of the term familiarity threat and discuss the circumstances. Familiarity threat ഏതൊക്കെ സിറ്റുവേഷൻസിൽ വരാം? നമ്മുടെ പാർട്ട്നേഴ്സ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകും, നമ്മുടെ റിലേറ്റീവ്സ് ഉള്ള സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരുമായിട്ട് റിലേറ്റഡ് പാർട്ടീസൊക്കെ ആയിട്ട് ആരുമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും അത്തരം സ്ഥാപനങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഈ ഫെമിലിയാരിറ്റി ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ക്ലോസ് റിലേറ്റീവ് ആകാം, ഫോമർ പാർട്ട്നേഴ്സ് ആവാം, ലോങ് അസോസിയേഷൻസ് കാരണം ഉണ്ടാകാം, അക്സെപ്റ്റൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഗിഫ്റ്റ് ഓർ ഹോസ്പിറ്റാലിറ്റി ഫ്രം ദ ക്ലയൻറ്റ്, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ഫെമിലിയാരിറ്റി ത്രെട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം റൊട്ടേഷൻ 139(2) അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതൊരു ജനറൽ ഓപ്പൺ ക്വസ്റ്റ്യൻ പോലെ വന്നിരിക്കുകയാണ്. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ദ 6C ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ഇൻ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ്. ഓഡിറ്റ് ഓഫ് ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിലത്തെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? വലിയ കാര്യമൊന്നുമില്ല. ആൻഡ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ദ ജനറൽ controls are ineffective. Okay, ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റിൽ ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് ക്ലാസിക് ആയിട്ടുള്ള. നമ്മുടെ എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ ആൻഡ് റീ പെർഫോമൻസ്. ഇതിൽ എൻക്വയറി ഈസ് ദ ലീസ്റ്റ് എഫക്റ്റീവ്. Enquiry is the least effective. Re-performance is the most effective. Enquiry is the most efficient. Re-performance is the least efficient. So basically നമ്മൾ എൻക്വയറിനെ മറ്റ് മെത്തേഡ്സായിട്ട് ക്ലബ് ചെയ്തിട്ട് എൻക്വയറി പ്ലസ് ഇൻസ്പെക്ഷൻ ഒക്കെയാണ് ഏറ്റവും റിലയബിൾ എന്ന് കരുതുക. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം ഈ ടെസ്റ്റിംഗ് മെത്തേഡ്സ് പറഞ്ഞ് കാണിക്കേണ്ടത്. പിന്നെ ഈ മറ്റേ ജനറൽ ഐ ടി കൺട്രോൾസ് എല്ലാം
GITC ജനറൽ IT കൺട്രോൾസ്, മറ്റേ ബാക്ക്ഗ്രൗണ്ട് കൺട്രോൾസ്, പെർവേസീവ് കൺട്രോൾസ്. GITCs വീക്കാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, ഈ ഓരോ സിനാരിയോസിൽ എങ്ങനെയാണ് യൂസർ ഇൻ്റർഫേസ് വർക്ക് ചെയ്യുന്നത്, ഓരോ ട്രാൻസാക്ഷനെ പ്രോസസ്സ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും കൂടി ചെക്ക് ചെയ്യണം. ആ പോയിന്റ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഓഡിറ്റ് ഓഫ് ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റിൻ്റെ ഏറ്റവും എൻഡ് പോർഷനോട്ട് വരുന്ന ടോപ്പിക്കാണ്. ഓഡിറ്റ് ഓഫ് ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റ് എടുത്ത് കാണിച്ചു തരാം. ഓഡിറ്റ് ഓഫ് ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പേജിൻ്റെ ബുക്കിൻ്റെ തന്നെ ലാസ്റ്റിലോട്ട് വരും. അതിൽ ടെസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ഐ തിങ്ക് Jan 25 6C ക്വസ്റ്റ്യൻ ആയിട്ട് പണ്ട് ചോദിച്ചിട്ടുണ്ട്. Jan 25 പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ കൂടിയാണ്. എൻക്വയറി ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ബട്ട് ലീസ്റ്റ് എഫക്റ്റീവ്. റീപെർഫോമൻസ് മോസ്റ്റ് എഫക്റ്റീവ് പക്ഷേ ലീസ്റ്റ് എഫിഷ്യൻറ്റ്. എൻക്വയറി വിത്ത് ഇൻസ്പെക്ഷൻ ആണ് നമ്മൾ ചെയ്യുക. പിന്നെ when testing automated environment, some of the common methods are we have to obtain understanding of the automated how an automated transaction is processed in any situation by inquiry, observation, etc. Observe how the user process the transaction in different scenarios, inspect the configurations, etc. ഇതാണ് ഈ ഒരു പാരഗ്രാഫ് തന്നെയാണ് അവർ വീണ്ടും ചോദിച്ചേക്കുന്നത്. അത് Jan 26 എക്സാം ക്വസ്റ്റ്യൻ ആണ്. സെയിം തിങ് തന്നെയാണ് അവർ വീണ്ടും വന്നേക്കുന്നത്. ഓക്കെ, എൻക്വയറി സഫീഷ്യൻ്റ് അല്ല, റീപെർഫോമൻസ് മോസ്റ്റ് എഫക്റ്റീവ് ആണ്, ടെസ്റ്റിംഗ് ബൈ റിഫോം കൂടി ടൈം കൺസ്യൂമിംഗ് ആവും. സോ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സെയിം തിങ് തന്നെ. ഒപ്റ്റൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ ദ ഓട്ടോമേറ്റഡ് ട്രാൻസാക്ഷൻ ഇസ് പ്രോസസ്ഡ്, ഒബ്സർവ് ഹൗ ദ യൂസർ പ്രോസസ് ദ ട്രാൻസാക്ഷൻ ഡിഫറൻറ്റ് സിറ്റുവേഷൻ, കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുക. ആൻഡ് ജനറൽ IT കൺട്രോൾസ് എക്സിസ്റ്റിംഗ് അല്ല ഓർ അത് വീക്കാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്ത് നോക്കണം. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ദാസ് വി ഷുഡ് അപ്ലൈ an appropriate combination of audit testing methods and based on judgment, and in case the general IT controls are weak, design alternative procedures to obtain sufficient evidence. General IT controls weak ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to perform additional procedures and see whether any control risk is existing. alternate procedures ചെയ്ത് നോക്കുക. ആ ഒരു എൻഡ് പോർഷൻ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആൻസർ ഇത് ഈ ടോപ്പിക്ക് Jan 26 എക്സാം വന്നിട്ടുള്ളതാണ്. മെറ്റീരിയലിൽ നമുക്ക് തന്നിട്ടുള്ള ഈ ഏരിയ ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്നിട്ടുള്ള ടോപ്പിക്ക്, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് 6C ചോയ്സ് മിക്കവാറും ചോയ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റും വേറൊരു എലമെൻറ്റും വന്ന അധികവും എനിക്കൊന്ന് അടുത്ത ചോയ്സ് വന്നേക്കുന്ന ഡോക്യുമെൻറ്റേഷനാണ്. സോ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ആൻസർ വേണോ അതോ ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റ് വേണം ചോദിച്ചു കഴിഞ്ഞാൽ 99% ഓഫ് പിള്ളേരും എന്തായാലും ഡോക്യുമെൻറ്റേഷനോട്ടേ പോകത്തുള്ളൂ. ഈ ഓഡിറ്റ് ഓഫ് ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റ് ഒന്നും ആരും ചെയ്യത്തില്ല. എന്നാലും അങ്ങനെ ചെയ്യണ്ട. ഇപ്പോൾ നമുക്കിപ്പോൾ ഏത് ചോയ്സ് വരും എങ്ങനെ വരും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഡിറ്റ് ഫയൽ 4 ഇയേഴ്സിലോട്ടേ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ആക്ഷൻ. ഓഡിറ്റ് ഫയൽ എത്ര വർഷത്തേക്ക് റിട്ടേൺ ചെയ്യേണ്ടത്? 7 ഇയേഴ്സ് അല്ലേ SQC പ്രകാരം. 8 ഇയേഴ്സിലോട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, അതും ഇതുമായിട്ട് മിക്സ് ചെയ്ത് പോലെ. 8 ഇയേഴ്സിലോട്ട് കീപ്പ് ചെയ്യുന്നത് സെക്ഷൻ 128 പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. 7 ഇയേഴ്സിലോട്ട് കീപ്പ് ചെയ്യുന്നത് SQC 1 പ്രകാരം ഡോക്യുമെൻറ്റേഷൻ ആണ്. CAB an auditor after completion of busy audit session was occupied in the final assembly. He started preparing various documents of the client and then kept those documents in various folders. He was preparing documents as well as file in paper form, which is okay. Paper or electronic form എങ്ങനെ വേണേൽ കീപ്പ് ചെയ്യാം. But he believed that it was mandatory ഒന്നുമല്ല. പേപ്പർ ഓർ ഇലക്ട്രോണിക് ഫോം ആക്ച്വലി പറ്റാവുന്നതാണ്. He could complete documentation as well as assembling of final file of the client after 3 months from the date of audit report. 3 months ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് 60 ഡേയ്സിനകത്ത്, അതായത് മാക്സിമം 2 months വരത്തുള്ളൂ. അപ്പോൾ 2 months വരത്തില്ല സ്ട്രിക്ട്ലി സ്പീക്കിംഗ്. 60 ഡേയ്സിൻ്റെ അകത്ത് 2 months ചെയ്യണം. 2 months പറയുമ്പോൾ 30 + 61 days വരെ പോലെ 60 ഡേയ്സിൻ്റെ അകത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് 60 ഡേയ്സിനകത്താണ് ചെയ്യേണ്ടത്. ഇവിടെ 3 മാസം എടുത്തു. സോ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അയാൾ വിചാരിച്ചു പേപ്പർ ഫോമിൽ മാത്രമേ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയില്ല, ഇലക്ട്രോണിക് ഫോമിൽ ഫയൽ ചെയ്യാം. ആൻഡ് ഹീ റീറ്റെയിൻസ് ദ ഫയൽ ഓൺലി ഫോർ 4 years. ദാറ്റ് ഈസ് ഓൾസോ റോങ്. 7 years ആണ്. സോ ഓഡിറ്റ് ഫയലിൻ്റെ ആ ബേസിക് തിയറിയാണ് വന്നേക്കുന്നത്. എന്താണ് ഓഡിറ്റ് ഫയൽ? ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ may be recorded on paper or electronic media, രണ്ടും പറ്റും. Audit file is one or more folders which contains the documentation for a specific engagement. Auditor should prepare documentation on a timely basis. Audit documentation will enhance the quality of audit. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആൻസറിലോട്ട് വരാം. Completing the documentation on a timely basis is not completing the documentation by CAB not on timely basis is not proper. Timely completion of audit documentation complete ചെയ്തില്ല. ഓഡിറ്റ് ഫയലിംഗ് ആണ് അവിടെ കംപ്ലീറ്റ് ആവാത്തത്. അപ്രോപ്രിയേറ്റ് ടൈം ലിമിറ്റ് 60 days ആണ്. ആഫ്റ്റർ കംപ്ലീഷൻ 7 yearsലോട്ട് കീപ്പ് ചെയ്യണം. ഇവിടെ 3 months വരെ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ തെറ്റാണ് അല്ലേ? 7 years ആണ് കീപ്പ് ചെയ്യേണ്ടത്. സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ഇടേ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് MTP2. ഓവറോൾ MTP2 ഐ തിങ്ക് ഇസ് വെരി കമ്പാരിറ്റീവ്ലി MTP 1 സിമ്പിളാണ്. MTP1 RTP കുറച്ചുകൂടി സിമ്പിളായിരുന്നു. RTP ടഫ് ഒന്നുമല്ല, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സിറ്റുവേഷനെ വെച്ച്
ആൻസർ ചെയ്യാന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അത് ഇത്തവണത്തെ RTPയിലും ഇത്തവണത്തെ MTP 1ലും കണ്ടു. സോ ഐ തിങ്ക് യു ഹാവ് ടു എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഓഫ് ദാറ്റ് സോർട്ട് ഓൾസോ ഫോർ ദിസ് May 26 കമ്മിങ് അറ്റംപ്റ്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചോളൂ. അതായത് എപ്പോഴും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, ഇപ്പോൾ MTP 2ൽ കുറേ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് കണ്ടു. അസർട്ടൈനിങ് ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് കൺസിഡർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സബ്സിക്വൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ടിപ്പിക്കലി വന്നിട്ടുള്ളത്. ബട്ട് ഇത്തവണത്തെ May 26 എക്സ്പെക്ട് ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ഒരു തിയറി ഏരിയ ചോദിച്ചിട്ട് ആ തിയറി ഏരിയനെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സഡൻ പാർട്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഈ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്, അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ് വിത്ത് ദി RTP MTP റിവിഷൻ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി, എന്താണ് എൻ്റെ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ അവർ ചോദിച്ചേക്കുന്ന മെയിൻ ഏരിയാസ് എന്തൊക്കെയാണെന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നൗ വി വിൽ സീ വൺസ് മോർ. നമുക്ക് കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞിട്ട് ഓഡിറ്റിംഗ് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫൈനൽ ലാബ് സെഷൻ, ഒരു ലാസ്റ്റ് 1.5 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ടും കൂടി നമുക്കൊരു വീഡിയോ സെഗ്മെൻറ്റിലും കൂടി കാണാം. എനിവേസ്, യെസ്, ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. സ്റ്റഡി വെൽ, പ്രിപ്പയർ വെൽ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.